Hi future doctors, good evening. Welcome back to Xylem Learning and Happy New Year to all of you. Future doctors no sugale. Happy New Year future doctors, Happy New Year to all of you. And welcome back to Xylem Learning. Yes, അപ്പോൾ നമ്മുടെ നീറ്റ് പ്രിപ്പറേഷൻ വളരെ ഹാപ്പി ആയി പോസിറ്റീവായി ഈ ന്യൂ ഇയറിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുന്നത് ബോട്ടണിയാണ് അല്ലേ. അപ്പോൾ ഹായ് അഭിഷ്ട, അക്ഷര, എനി വർഗീസ്, ഹലോ പുണ്യ, അമർ, സുഹേൽ, ഷിത, ഹാപ്പി ന്യൂ ഇയർ. ആൽഫ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ലൈവിൽ കറക്റ്റ് ടൈമിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. കൂടുതലും എൻ്റെ ധീര വാരിയേഴ്സ് ഡേ ആണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കുറച്ച് ഫീനിക്സുകാരെയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മക്കളെ നമുക്കിനി കുറച്ച് നാളേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 123 days, right? 123 days left for NEET. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ലോഞ്ചൊക്കെ നടത്തിയിരുന്നു. അതായത് ഈ നീറ്റ് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഫൈനൽ ലാപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വി ഹാവ് എ റിവിഷൻ സീരീസ് വെയർ യു വിൽ ബി വാച്ചിങ് വീഡിയോസ്. നമ്മൾ റെക്കോർഡഡ് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യും. അലോങ് വിത്ത് ദാറ്റ് നിങ്ങൾക്ക് PYQ ഉണ്ട് ആൻഡ് PYQ ഡിസ്കഷൻ ഉണ്ട്, മെൻറ്റി വോർ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾ നമ്മുടെ ന്യൂ ചാനൽ സൈലം നീറ്റ് 2026 എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ ആയിരിക്കും വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ആൻഡ് ഹായ് ജോമോൾ, ഹലോ പങ്കു, ഡോക്ടർ അദിനാഥ്, ഹായ് ഹെർക്കുലീസ്, ഓക്കെ അജിത, യെസ് ഖദീജത്ത്, +2 സ്റ്റുഡൻസിനും അറ്റൻഡ് ചെയ്യാം, നോ വറീസ്. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് വെരി സൂൺ ഇറ്റ് വിൽ ബി അപ്ലോഡഡ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് അല്ലാതെ നമ്മുടെ സൈലത്തിൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ, സൈലമിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണ്, പേൾ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ സൈലമിയൻസ് മക്കൾ യൂട്യൂബിൽ വീഡിയോ വരാൻ വെയിറ്റ് ചെയ്യാണ്ടിരിക്കാണ്ട് യു ക്യാൻ വാച്ച് ദ വീഡിയോസ് ഇൻ ദി ആപ്പ് ആൻഡ് ദെൻ കം ടു ദ PYQ ഡിസ്കഷൻ. നമ്മളിവിടെ ഈ സെഷനിൽ എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ ഈ ഫുൾ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ലാസ്റ്റ് ലെറ്റ്സ് സേ ഇത് നീറ്റിൻ്റെ 10th ഇയർ ആണ്. നീറ്റിൻ്റെ എക്സ്ക്ലൂസീവ്ലി 10th ഇയർ ആണ് 2026 വരുമ്പോഴേക്കും. അപ്പോൾ ഇതുവരെ ഉള്ള ലാസ്റ്റ് 10 ഇയേഴ്സിലെ അതിന് മുമ്പുള്ള ഇയേഴ്സിലെയും ഒക്കെ സ്റ്റാർട്ടിങ് ഫ്രം 2016 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. അപ്പം ഈ ഫോട്ടോസിന്തസിസ് ചാപ്റ്റർ മക്കൾ ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് 123 ഡേയ്സിൽ ഉണ്ടാവുമെന്നോ? അതിന് മുമ്പ് തന്നെ സിലബസ് തീരും. നിങ്ങൾക്കറിയാം 81 ചാപ്റ്റേഴ്സാണ് നമുക്ക് എല്ലാ സബ്ജക്റ്റിലും കൂടി ഉള്ളത്. അപ്പം അത് നമ്മൾ എന്ന് പഠിച്ച് തീർക്കുന്നോ അന്ന് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി തരുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കായിട്ട് PYQ ഡിസ്കഷനും അതേപോലെ തന്നെ മെൻറ്റിവാറൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്ലാനിൻ്റെ ഭാഗമാകാൻ റെഡി ആണെന്ന് വിചാരിക്കുന്നു ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഐ ഹോപ്പ് യു ഓൾ ആർ റെഡി. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐശ്വര്യമായിട്ട് ഫോട്ടോസിന്തസിസിലേക്ക് കടന്നാലോ? യെസ്, ചാപ്റ്റർ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? വെരി സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം അല്ലേ. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കണേന്നുള്ളത് വേണമെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് ഓർത്ത് നോക്കാം. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഫ്രം എന്താ പറയുക, ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അല്ലേ. ഗ്രീൻ പ്ലാന്റ്സ് ലൈറ്റ് എനർജീനെ, അതായത് സൺലൈറ്റിനെ യൂസ് ചെയ്ത് അലോങ് വിത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ പിഗ്മെൻറ്റ് ആൻഡ് യൂസിങ് വാട്ടർ ആൻഡ് എവറിത്തിങ് അവർ എന്ത് സിന്തസൈസ് ചെയ്യും? ഷുഗർ അല്ലെങ്കിൽ ഫുഡ് സിന്തസൈസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിനെ ഒക്കെ യൂസ് ചെയ്തിട്ട് ആൻഡ് ഓക്സിജൻ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഇതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഇൻ സിമ്പിൾ ടേംസ്. അപ്പം നമ്മൾ പക്ഷേ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സിനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഫസ്റ്റ് സിമ്പിൾ എക്സ്പെരിമെൻറ്റ് വെച്ചിട്ടാണ്. വെരിഗേറ്റഡ് ലീഫ് എക്സ്പെരിമെൻറ്റ് മക്കൾക്ക് ഓർമ്മയുണ്ടോ? അതായത് ഒരു ലീഫിൽ ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ട് സ്റ്റാർച്ച് ഫോം ചെയ്യുന്നുണ്ട്, അത് അവർ സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫാണ്. ലീഫിൻ്റെ പല ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യും അല്ലേ, എന്നിട്ട് നമ്മൾ അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമുക്കറിയാം സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അത് അയഡിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കളർ ഫോം ചെയ്യും. അപ്പോൾ കളർ ഫോം ചെയ്തിട്ടുള്ള റീജിയൻസിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഫോട്ടോസിന്തസിസ് നടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ലീഫ് കവർ ചെയ്ത് കഴിയുന്ന റീജിയനിൽ, സൺലൈറ്റ് വീഴാത്ത റീജിയനിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. അപ്പം അവിടെ എന്താണ്, ഈ കളർ ഫോർമേഷൻ വരുന്നില്ല. isn't it? അപ്പോൾ കവർ ചെയ്ത ഭാഗത്ത് സൺലൈറ്റ് വീണില്ല. ദാറ്റ് മീൻസ് ഫോട്ടോസിന്തസിസ് ഡിഡ്ന്റ് ഹാപ്പൻ. സ്റ്റാർച്ച് വാസ് ഷുഗർ വാസ് നോട്ട് ഫോംഡ്, സ്റ്റാർച്ച് വാസ് നോട്ട് ഫോംഡ്. അതാണ് നമ്മുടെ വെരിഗേറ്റഡ് ലീഫ് എക്സ്പെരിമെൻറ്റ്.
പിന്നെ മോൾസ് ഹാഫ് ലീഫ് എക്സ്പെരിമെൻ്റ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ആവുന്നുണ്ടോ ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ട് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മോൾസ് ഹാഫ് ലീഫ് എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതൊക്കെയാണ് ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് അല്ലേ. പിന്നെ മിസ് നമുക്ക് നമ്മുടെ NCERT റീഡിങ് കേട്ടോ മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ ഔട്ട്ലൈൻ ഇങ്ങനെയാണ് പോകുന്നത്. അതായത് വി ഹാവ് ഇൻട്രൊഡക്ഷൻ, ഡെഫിനേഷൻ, ഇമ്പോർട്ടൻറ്റ്, സിമ്പിൾ എക്സ്പെരിമെൻറ്റ്സ്, ഏർലി എക്സ്പെരിമെൻറ്റ്സ്, പിന്നെ പിഗ്മെൻറ്റ്സിലേക്ക് വരുമ്പോൾ ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സിലേക്ക് വരുമ്പം അതിൻ്റെ ആക്ഷൻ സ്പെക്ട്രം, അബ്സോർപ്ഷൻ സ്പെക്ട്രം, ആൻഡ് ദെൻ വി ഹാവ് ക്ലോറോപ്ലാസ്റ്റ്, അതായത് റോ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്, ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ, പിന്നെ എന്താണ് ഫോട്ടോസിസ്റ്റംസ്, ഫോട്ടോസിസ്റ്റം 2, ഫോട്ടോസിസ്റ്റം 1, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലെക്സ് എന്താണ്, ദെൻ വി കം ടു ലൈറ്റ് റിയാക്ഷനിൽ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഉണ്ട്, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഉണ്ട്. അത് നോൺ സൈക്ലിക് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. പിന്നെ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്താണ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് വരുന്നു. ദെൻ കമ്മിങ് ടു ദ കാർബൺ ഫിക്സേഷൻ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ബയോസിന്തറ്റിക് ഫേസ്, ദാറ്റ് ഈസ് ദ ഡാർക്ക് റിയാക്ഷൻ, കാൽവിൻ സൈക്കിൾ പഠിക്കുന്നുണ്ട്, C3 പാത്വേ. പിന്നെ ചില പ്ലാന്റ്സിന് ഒരു അഡീഷണൽ സൈക്കിളും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ അവരെ C4 പാത്വേ എന്ന് വിളിക്കും, C4 പ്ലാന്റ്സ് എന്ന് വിളിക്കും, C4 പാത്വേ. പിന്നെ ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ്സാണ് ഫോട്ടോറെസ്പിരേഷൻ, അത്. ആൻഡ് ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്. ഇത്രയും കാര്യമാണ്. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഔട്ട്ലൈൻ. ഓക്കെ, ഇപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ്, അപ്പോൾ ഇതിൽ ജസ്റ്റ് എൻ്റയർ ചാപ്റ്റർ നമുക്കിപ്പോൾ നോക്കാൻ പറ്റില്ല. അത് മക്കൾ വീഡിയോസ് കാണാൻ തന്നെ വേണം, അല്ലെങ്കിൽ ലൈവിൽ നിങ്ങൾ പഠിച്ച ഓർമ്മയുണ്ടാകും. നിങ്ങൾ പല ബാച്ചിലുള്ള മക്കളാണ്, അപ്പോൾ എല്ലാ ബാച്ചിലും നമ്മൾ ആ ബാച്ചിൻ്റെ പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് കോൺസെപ്റ്റ് വൃത്തിയായിട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ NCERT ഒക്കെ തുറന്ന് നോക്കാറുണ്ടോ? ഇവിടെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു വലിയ NCERTയിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ടും കൂടി എനിക്ക് നിങ്ങളെ ഒന്ന് കാണിച്ച് തന്നു പോകണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിസ് NCERTയും കൂടി ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ അല്ലേ? നമുക്ക് NCERTയും കൂടി അങ്ങ് നോക്കി പോവാം. ഓക്കെ, ഇവിടെ ഗ്രീൻ പ്ലാന്റ്സ്, ഈ ഫസ്റ്റ് പാർട്ടിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ഫോട്ടോസിന്തസിസ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഗ്രീൻ പ്ലാന്റ്സ് ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ്. ഇറ്റ്സ് എ ഫിസിയോകെമിക്കൽ പ്രോസസ് ബൈ വിച്ച് ദേ യൂസ് ലൈറ്റ് എനർജി ടു ഡ്രൈവ് ദ സിന്തസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓക്കെ, ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്, അസേർഷൻ, റീസൺ ആയിട്ട് വരും. ഓക്കെ, യെസ്. അപ്പോൾ പിന്നെന്താണ്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഒരു ഫിസിയോകെമിക്കൽ പ്രോസസ്സാണ്. കാരണം ഇവിടെ ഫിസിക്കൽ ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് കിട്ടുന്ന എനർജീനെ, സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന എനർജീനെ, സോളാർ എനർജീനെ നമ്മൾ എന്താക്കി മാറ്റുകയാണ്? കെമിക്കൽ എനർജിയാക്കി മാറ്റുകയാണ്. നമ്മളല്ല, ഗ്രീൻ പ്ലാന്റ്സ് കെമിക്കൽ എനർജിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂ ടു 2 reasons. എന്താണ് ഫോട്ടോസിന്തസിസിനെ ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്? ഇറ്റ് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ഓൾ ഫുഡ് ഓൺ എർത്ത്. PYQ ആണ് കേട്ടോ. എല്ലാ ഫുഡിൻ്റെയും, ലോകത്തുള്ള എല്ലാ ഫുഡ് ചെയിൻസിൻ്റെയും പ്രൊഡ്യൂസേഴ്സ് ഗ്രീൻ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അവരിങ്ങനെ ഫോട്ടോസിന്തസിസ് നടത്തി സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മറ്റ് ഫുഡ് ചെയിൻസിനൊക്കെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ റിലീസ് ഓഫ് ഓക്സിജൻ ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ ബൈ ഗ്രീൻ പ്ലാന്റ്സ്. നമ്മളൊക്കെ ശ്വസിക്കുന്ന ഓക്സിജൻ നമുക്ക് എൻവയോൺമെൻറ്റിലേക്ക് കിട്ടുന്നതും ഈ പ്രോസസ്സ് കൊണ്ടാണ്. സോ അസേർഷൻ, റീസൺ വരും. മക്കൾ ട്രൈ ചെയ്യുക, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ നൗ 2 എക്സ്പെരിമെന്റിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. സിമ്പിൾ എക്സ്പെരിമെന്റ്. ഓക്കെ, യെസ്, ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു ഫിസിയോകെമിക്കൽ. യെസ്, കറക്റ്റ്. ദ പെറ്റ് പറയുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പിൽ കുട്ടികൾ കാണുന്നുണ്ടല്ലോ ഈ ലൈവ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പം ഇവിടെ നമ്മളോട് പിന്നെന്താണ്, ക്ലോറോഫില്ലും ലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ആവശ്യമാണ് ഫോട്ടോസിന്തസിസിന് കാണിക്കുന്ന എക്സ്പെരിമെന്റ്സ് ആണ് ആദ്യത്തെ പറയുന്ന ഈ എക്സ്പെരിമെന്റ്സ്. അതിലൊന്നാണ് വെരിഗേറ്റഡ് ലീഫ്, ലീഫ് ദാറ്റ് വാസ് പാർഷ്യലി കവേർഡ് വിത്ത് ബ്ലാക്ക് പേപ്പർ ആൻഡ് എക്സ്പോസ്ഡ് ടു സൺലൈറ്റ്. അപ്പം കുറച്ച് കഴിഞ്ഞ് ആ ലീഫിൻ്റെ കുറച്ച് ഭാഗം ലൈറ്റ് ഇല്ലാണ്ട് കവർ ചെയ്ത് വെച്ചു, ബ്ലാക്ക് പേപ്പർ വെച്ച് കവർ ചെയ്ത് വെച്ചു. അപ്പോൾ എന്ത് പറ്റി? നമ്മൾ ആ സ്ഥലത്ത് അപ്പോൾ ഫോട്ടോസിന്തസിസ് നടന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്ത് നോക്കിയപ്പോൾ ഫോട്ടോസിന്തസിസ് നടന്ന സ്ഥലത്ത് മാത്രം, അൺകവേർഡ് ആയിട്ട് എക്സ്പോസ്ഡ് ആയ ഭാഗത്ത് മാത്രം കളർ ഫോർമേഷൻ ഉണ്ടായി. ഇതാണ് വെരിഗേറ്റഡ് ലീഫ് എക്സ്പെരിമെന്റ് അല്ലേ. ദാറ്റ് ഷോസ് ദാറ്റ് ഫോട്ടോസിന്തസിസ് ഒക്കേർഡ് ഓൺലി ഇൻ ഗ്രീൻ പാർട്ട് ഓഫ് ദ ലീവ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെയുള്ളതാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പിന്നെ അബ്സോർപ്ഷൻ ഉണ്ടോ എന്നുള്ളത് കാണിക്കുന്ന നമ്മളുടെ മോൾസ് ഹാഫ് ലീഫ് എക്സ്പെരിമെന്റ്. അവിടെ എന്താ നമ്മൾ ചെയ്തത്? ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അല്ലേ. യെസ്, അതായത് where a part of a leaf is enclosed in a test tube containing some potassium hydroxide and soaked cotton which absorbs carbon dioxide while the other half is exposed to air. അപ്പോൾ അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലീഫിൻ്റെ അതിനെ ഒരു ട്യൂബ് വെച്ച് കവർ ചെയ്തിട്ട് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഉള്ള കോട്ടൺ അവിടെ വെക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് എന്നിട്ട് ചെയ്യുന്നത്? നമ്മൾ അതിനെ സൺലൈറ്റിൽ എക്സ്പോസ് ചെയ്യും. സോ ഒരു ഹാഫ് ഓഫ് ദ ലീഫ് is exposed to the air. The setup is then placed in light for some time on testing for the presence of stars later
2 parts of the leaf, you must have found that the exposed part of the leaf tested positive for starch while the portion that was in the tube tested negative. This showed that CO2 was required. അതായത് നമ്മൾ മറ്റേ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡിന്റെ കോട്ടൺ വെച്ചതുകൊണ്ട് ഈ കാർബൺ ഡയോക്സൈഡിനെ മുഴുവൻ അത് അബ്സോർബ് ചെയ്തു. അപ്പോൾ ആ ലീഫിന് ആ കവർ ചെയ്ത ഭാഗത്ത് എന്ത് പറ്റിയില്ല, ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. സോ ദാറ്റ് മീൻസ് ദർ വാസ് നോ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ, അല്ലേ? ബയോസിന്തറ്റിക് ഫേസ് നടന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു മക്കളെ? ദർ വാസ് നോ വാട്ട് യു സേ നോ സ്റ്റാർച്ച് ഫോർമേഷൻ. അപ്പം നമ്മൾ പിന്നീട് അയഡിൻ സൊല്യൂഷനൊക്കെ ഒഴിച്ച് കൊടുത്ത് നോക്കിയപ്പോൾ സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്കത് നെഗറ്റീവ് ആയിട്ടാണ് വന്നത്. ഇസ്ന്റ് ഇറ്റ്? യെസ്, യാ, കറക്റ്റ്, വെരി ഗുഡ്. ഇത് ആരാണ് പറഞ്ഞത്? അക്ഷര സഞ്ജു. അപ്പോൾ അതായിരുന്നു നമ്മുടെ മോൾസ് ഹാഫ് ലീഫ് എക്സ്പെരിമെൻറ്റ്. പിന്നെ വരുന്നതാണ് നമ്മുടെ സയൻറ്റിസ്റ്റുകൾ ചെയ്ത ഏർലി എക്സ്പെരിമെൻറ്റ്സ്, അല്ലേ? അതായത് ഫോട്ടോസിന്തസിസിൽ ഡിഫറെൻറ്റ് എന്താ പറയുക കാര്യങ്ങളുടെ ഇവോൾവ്മെൻറ്റ്, റോ മെറ്റീരിയൽസിൻ്റെ, സൺലൈറ്റിൻ്റെ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അല്ലെങ്കിൽ ക്ലോറോഫില്ലിൻ്റെ ഇമ്പോർട്ടൻസ്, പിന്നെ സ്റ്റാർച്ച് ഫോം ചെയ്യുന്നതെന്നൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആയിരുന്നു ഏർലി എക്സ്പെരിമെൻറ്റ്. ആദ്യം നമ്മൾ പഠിക്കുന്നത്, മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് കാരണം ഈ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ജോസഫ് ഫ്രീസ്ലി ഇൻ ദ ഇയർ 1770 ചെയ്തത് ബെൽജാർ എക്സ്പെരിമെൻ്റ് ആണ്, അല്ലേ? അതുവഴി ആൾ എന്താ ചെയ്തത്? ബെൽജാർ എക്സ്പെരിമെൻറ്റ് നമ്മുടെ NCERT ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഈ പിന്നെ ബെൽജാർ എക്സ്പെരിമെൻറ്റിൽ ഒരു ലൈറ്റ് ക്യാൻഡിൽ തെളിച്ച് വെച്ചു, ഒരു റാറ്റിനെ അതിൻ്റെ ഉള്ളിലിട്ടു. അപ്പോൾ എന്ത് പറ്റി? കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യാൻഡിലും കെട്ടുപോയി, റാറ്റിന് ആണെങ്കിൽ ഓക്സിജൻ കിട്ടാതെ റാറ്റ് ചത്തും പോയി. നമ്മളവിടെ ഒരു ഗ്രീൻ പ്ലാന്റിനെ വെച്ച് നോക്കിയപ്പോൾ എന്തു പറ്റി? ഫോർ എ ലോങ്കർ പീരീഡ് ഓഫ് ടൈം, അല്ലേ? ലൈറ്റ് ക്യാൻഡിൽ കത്തി തന്നെ നിന്നു ആൻഡ് റാറ്റും എന്താ പറയുക സർവൈവ് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഗ്രീൻ പ്ലാന്റ് ചെയ്യുന്ന എന്തോ ഒരു കാര്യം, അല്ലേ? ഗ്രീൻ പ്ലാന്റ് ചെയ്ത എന്തോ ഒരു കാര്യം, പ്ലാന്റ് റിലീസ് ചെയ്ത എന്തോ ഒരു കാര്യം ഈ ക്യാൻഡിലിനെ കത്തി നിൽക്കാനും അതേപോലെ ഈ മൈസിനെ സർവൈവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ആൾക്ക് മനസ്സിലായി. ദാറ്റ് ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് ഓക്സിജൻ. ദാറ്റ് ഗ്രീൻ പ്ലാന്റ്സ് ദേ റിലീസ് ഓക്സിജൻ ആസ് എ പാർട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ. അതായത് പ്ലാന്റ്സ് എന്തോ ഒരു സാധനം അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്, അത് ഈ മൈസിനെ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നീടാണ് ഓക്സിജൻ്റെ ഡിസ്കവറി 1774 നടന്നത്. പിന്നെ നമ്മുടെ ജാൻ ഇഞ്ചൻഹൗസ് ചെയ്ത എക്സ്പെരിമെൻറ്റ്, TW ഏഞ്ചൽമാൻ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. അതിന് മുമ്പ് ഇന്ത്യൻ ഹൗസ് ചെയ്ത എക്സ്പെരിമെൻ്റ് ആണ് 1730 to 99 സൺലൈറ്റ് ഈസ് എസെൻഷ്യൽ. സൺലൈറ്റിൻ്റെ റോള് കാണിച്ചത്. അപ്പം ആൾ അക്വാട്ടിക് പ്ലാന്റ്സിൽ ഇതേപോലെ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്തു, ബബിൾ ഫോർമേഷൻ ഒബ്സർവ് ചെയ്തു ആൻഡ് ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമാണ് ബബിൾസ് ഫോം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഓക്സിജൻ ഈസ് ഫോംഡ്, അല്ലേ? ജൂലിയസ് വോൺ സാഷോ 1854 പിന്നെ നമുക്കറിയാം ഗ്രീൻ പാർട്സ് ഓഫ് ദ പ്ലാന്റിൽ മാത്രമാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നതെന്ന് പറഞ്ഞു. അതായത് അവിടെ ഗ്രീൻ പിഗ്മെന്റ് ഉണ്ട്, ക്ലോറോഫിൽ പിഗ്മെന്റ് ഉണ്ട്, isn't it? And that leads to the formation of glucose, that is sugar, in these plant parts. പിന്നെ കോർണേലിയസ് വാൻ നീൽ in 1897 to 1985 ആൾ ചെയ്തത് വാട്ടർ ഈസ് ദ ഹൈഡ്രജൻ ഡോണർ ആൻഡ് ഇറ്റ് ഈസ് ഓക്സിഡൈസ് ടു ഓക്സിജൻ. അപ്പം ആള് നമ്മുടെ എക്സ്പെരിമെൻറ്റ് ചെയ്തതായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏഞ്ചൽമാൻ്റെ എക്സ്പെരിമെൻറ്റ് ക്ലാഡോഫോറയിലായിരുന്നു ആൻഡ് നമ്മളുടെ കോർണേലിയസ് വാൻ നീലിൻ്റെ എക്സ്പെരിമെൻറ്റ് പേർപ്പിൾ ആൻഡ് ഗ്രീൻ ബാക്ടീരിയയിലായിരുന്നു. ആൻഡ് നമുക്കറിയാം ഈ ബാക്ടീരിയയിലൊക്കെ ഇവർ എല്ലാവരും ഇപ്പം എന്താ പറയുക വാട്ടറിനെ അല്ല യൂട്ടിലൈസ് ചെയ്യുക, ചുറ്റുമുള്ള കെമിക്കൽസിനെ യൂട്ടിലൈസ് ചെയ്യും. സോ ദേ യൂട്ടിലൈസ്ഡ് ഹൈഡ്രജൻ സൾഫൈഡ്, അല്ലേ? ആൻഡ് അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും എന്താ പറയുക ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും അല്ല ഓക്സിജനും ഇതുമല്ല ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് എല്ലാവരിലും പുറത്തേക്ക് വരുന്നത്. അതെന്തുകൊണ്ടാണ്? നോട്ട് എവ്രിബഡി ഈസ് യൂസിങ് വാട്ടർ ആസ് ദ സോഴ്സ്, അല്ലേ? സോ അതാണ് ഇവിടെ നമ്മളുടെ ഈ കോർണേലിയസ് വാൻ നീൽ പ്രൂവ് ചെയ്തത്. വാട്ടർ ഈസ് ദ ഹൈഡ്രജൻ ഡോണർ ആൻഡ് ഇറ്റ് ഈസ് ഓക്സിഡൈസ് ടു ഓക്സിജൻ എന്നുള്ളത് പറഞ്ഞു തന്നു ത്രൂ ഹിസ് എക്സ്പെരിമെൻറ്റ്. ദെൻ കമ്മിങ് ടു TW ഏഞ്ചൽമാൻ, പിന്നെ സ്പ്ലിറ്റ് ലൈറ്റിൻ്റെ, അതായത് ഒരു പ്രിസത്തിൽ നമുക്കറിയാം ക്ലാഡോഫോറ ബാക്ടീരിയനെ, എറോബിക് ബാക്ടീരിയനെ അവിടെ വളർത്തി അതിൻ്റെ ചുറ്റിനും. അപ്പോൾ നമുക്ക് മനസ്സിലായി എവിടെ ഓക്സിജൻ ഇവോൾവ് ആവുന്നുണ്ടോ, വെൻ ക്ലാഡോഫോറ വാസ് സർവൈവിങ് ആൻഡ് carrying out photosynthesis, wherever the oxygen formation was there, അതിൻ്റെ ഏരിയയിൽ, അല്ലേ, അവിടെ പോയിട്ട് ഈ ബാക്ടീരിയ അക്യുമുലേറ്റ് ചെയ്യുന്നത് കണ്ടു. സോ വിത്ത് ദാറ്റ് ഹീ കുഡ് കം അപ്പ് വിത്ത് ദ ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ്. ഞാനിവിടെ എക്സ്പെരിമെൻറ്റ്സ് ഒന്നും പറയുന്നില്ല, നിങ്ങളിതൊക്കെ പഠിച്ചതാണ്. ഐ എം ജസ്റ്റ് മെൻഷനിങ് ദ നെയിം ആൻഡ് ദ ഇയർ ആൻഡ് വാട്ട് ദേ ഡിഡ് സോ ദാറ്റ് നിങ്ങൾക്കതൊക്കെ ഓർമ്മ വരണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്കറിയാം ഫോട്ടോസിന്തസിന് 2 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ലൈറ്റ് റിയാക്ഷൻ ഉണ്ട്, ഡാർക്ക് റിയാക്ഷൻ ഉണ്ട്. ലൈറ്റ് റിയാക്ഷൻ ലൈറ്റ് ഡിപ്പെൻഡൻ്റ് ആണ് ആൻഡ് ഡാർക്ക് റിയാക്ഷനിലോ അവിടെ നമുക്കറിയാം ലൈറ്റ് റിയാക്ഷനിൽ ATPയും NADPHും ഫോം ചെയ്യുന്നുണ്ട്. ആ ATPനെയും NADPHനെയും യൂസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്ന ഫേസാണ് ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആപ്പിൽ അവൈലബിൾ ആവുന്നില്ലെങ്കിൽ ഇതിവിടെ കണ്ടോളൂ. പൊന്നെ ഡോക്ടർ ലീക്ക് ഇവിടെ കണ്ടൂടെ മുത്തുമണി?
യെസ്, ഓക്കെ. നൗ അപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞു പോണേ ഉള്ളൂ കേട്ടോ, ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എക്സ്പെരിമെന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. സോ ലൈറ്റ് റിയാക്ഷൻ ഇസ് ലൈറ്റ് ഡിപെൻഡന്റ് ഫേസ്, ഫോട്ടോ കെമിക്കൽ ഫേസ് എന്ന് നമ്മൾ പറയും. ഡാർക്ക് റിയാക്ഷൻ നമ്മൾ പറയുന്ന മറ്റൊരു പേര് ബയോ സിന്തറ്റിക് ഫേസ് എന്ന് പറയും. ഇപ്പോൾ ഡാർക്ക് റിയാക്ഷന് ഡാർക്ക് എന്ന് വിളിക്കുന്നത് പിന്നെ ഡാർക്കിൽ നടക്കുന്നത് കൊണ്ടല്ല അല്ലേ, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഡയറക്ട്ലി ഓൺ സൺലൈറ്റ്, ബട്ട് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോഡക്റ്റ് ഓഫ് ദ ലൈറ്റ് റിയാക്ഷൻ. മിസ് പറയുമ്പോൾ എല്ലാം ഓർമ്മ വരുന്നുണ്ടെന്ന് ഇവിടെ ഒരാൾ പറയുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ലൈറ്റ് റിയാക്ഷൻ നോക്കിക്കേ, ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. അതായത് ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലാണ്. സോ പ്ലാന്റിലെ ലീഫാണ് കിച്ചൺ ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്നത്. കാരണം ലീഫിലാണ് നമ്മുടെ മീസോഫിൽ സെൽസ് ഉള്ളത്. മീസോഫിൽ സെൽസിൽ പാലിസൈഡ് പാരൻകൈമ, സ്പോഞ്ചി പാരൻകൈമ അങ്ങനെയുണ്ട്. ഈ പാലിസൈഡ് പാരൻകൈമേൻ്റെ ഉള്ളിൽ ക്ലോറോപ്ലാസ്റ്റുകളുണ്ട്. ക്ലോറോപ്ലാസ്റ്റിലാണ് ഇതൊക്കെ നടക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റിന് ഒരു സ്പെസിഫിക് സ്ട്രക്ചർ ഉണ്ട്, തൈലക്കോയിഡ് മെംബ്രെയിൻ. അതിൽ ഗ്രാനയും സ്ട്രോമയും ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ എൻ്റെ പൊന്നുമക്കൾ ഓർക്കുന്നില്ലേ? യെസ്, നോക്കിക്കേ, നമ്മൾ സ്ട്രക്ചറൊക്കെ പഠിച്ചതാണ്. ഗ്രാന തൈലക്കോയിഡ് ആൻഡ് സ്ട്രോമ തൈലക്കോയിഡ്, അല്ലെങ്കിൽ സ്ട്രോമ ലാമെല്ലെ എന്ന് പറയും. അപ്പോൾ ഗ്രാനയിൽ സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത് അല്ലേ, ഇങ്ങനെ കോയിൻ പോലെ അടുക്കി വെച്ചിരിക്കുന്നത്. അതിലാണ് ക്ലോറോഫിൽ എ ഒക്കെ ഉള്ളത്. അവിടെയാണ് ലൈറ്റ് റിയാക്ഷൻസ് നടക്കുന്നത്. ഇസ്ന്റ് ഇറ്റ്? യെസ്, വെരി ഗുഡ്. അപ്പോൾ ലൈറ്റ് റിയാക്ഷനിൽ എന്താ നടക്കുന്നത്? വാട്ടറിനെ യൂസ് ചെയ്യുന്നുണ്ട്, ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ. ആൻഡ് ആസ് എ റിസൾട്ട് വാട്ടർ സ്പ്ലിറ്റ് ആകും, ഓക്സിജൻ റിലീസ് ആകും. അറ്റ് ദ സെയിം ടൈം അവിടെ 2 ഫോട്ടോ സിസ്റ്റംസ് ഉണ്ട് അല്ലേ, ഫോട്ടോസിസ്റ്റം 2 ആൻഡ് ഫോട്ടോസിസ്റ്റം 1. ഇവർ ഇങ്ങനെ പല വേവ് ലെങ്ത് ഓഫ് ലൈറ്റിനെ ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനെ അബ്സോർബ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജിയാക്കി മാറ്റും. ആ സമയത്ത് ATPയും NADPHും റിലീസാകും. അത് നേരെ എങ്ങോട്ടേക്ക് പോകും? നമ്മളുടെ ഡാർക്ക് റിയാക്ഷനിലേക്ക് കയറും. ദാറ്റ് ഈസ് കാൽവിൻ സൈക്കിൾ ഇറ്റ്സ് ഹാപ്പനിങ് ദെയർ. ബയോ സിന്തറ്റിക് ഫേസ് നടക്കുന്നുണ്ട്. അപ്പം ആസ് എ റിസൾട്ട് ആ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് നേരെ വന്ന് കയറും. ആൻഡ് ഫൈനലി വി ഗെറ്റ് വാട്ട്? ട്രയോസ് ഫോസ്ഫേറ്റ്, ദാറ്റ് ഈസ് സൂക്രോസ് ഈസ് റിലീസ്ഡ്. അപ്പം ഫോട്ടോസിന്തസിസിൻ്റെ എൻ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? ഓക്സിജനെ കിട്ടുന്നുണ്ട്, നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ കിട്ടുന്നുണ്ട്. ലൈറ്റ് റിയാക്ഷനിൽ നമുക്ക് കിട്ടിയ ATPനെയും NADPHനെയും ഈ ഡാർക്ക് റിയാക്ഷനിൽ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇസ്ന്റ് ഇറ്റ്? യെസ്, ഓക്കെ. അപ്പം ഫോട്ടോ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സ്പെസിഫിക് പ്രോട്ടീൻ കോംപ്ലെക്സ് ആണ്. നമുക്ക് 2 ഫോട്ടോ സിസ്റ്റംസ് ഉണ്ട്, ഫോട്ടോസിസ്റ്റം 2 ആൻഡ് ഫോട്ടോസിസ്റ്റം 1. Okay, so the pigments are organized into discrete photochemical light harvesting complexes. കുറേ കോംപ്ലക്സുകളുണ്ട്. ക്ലോറോഫിൽ എ എന്ന് പറയുന്നതാണ് മേജർ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്. പിന്നെ നമുക്ക് ആക്സസറി പിഗ്മെന്റ്സ് ഉണ്ട്. ആക്സസറി പിഗ്മെന്റ്സ് ഏതൊക്കെയാണ്? ക്ലോറോഫിൽ ബി, ക്ലോറോഫിൽ സി, ക്ലോറോഫിൽ ഡി, സാന്തോഫിൽസ്, കാരോട്ടിനോയിഡ്സ്, ഇവരൊക്കെ നമുക്ക് ആവശ്യമാണ്. ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ അസോസിയേറ്റഡ് വിത്ത് ഫോട്ടോസിസ്റ്റം 2. കറക്റ്റ്, വെരി ഗുഡ്. അപ്പം ഈ എല്ലാ പിന്നെ ആക്സസറി പിഗ്മെന്റ്സ് എല്ലാം കൂടി ചേർന്നൊരു കോംപ്ലക്സ് ഫോം ചെയ്യും. അതിനെ നമ്മൾ LHC അല്ലെങ്കിൽ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത് അല്ലേ, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇവിടേക്ക് ഫോട്ടോൺസ്, അതായത് സോളാർ എനർജി വീഴുന്നുണ്ട്. ആ സോളാർ എനർജീനെ ഇവർ നേരെ എങ്ങോട്ടേക്ക് കൊടുക്കും? ഇവിടെ ഒരു റിയാക്ഷൻ സെൻറ്റർ ഉണ്ട്, അവിടെ ക്ലോറോഫിൽ എ ഇരിക്കുന്നുണ്ട് അല്ലേ മക്കളെ? യെസ്, ആ ക്ലോറോഫിൽ എ ഈ ലൈറ്റ് എനർജീനെ ഇലക്ട്രോൺസ് ആയിട്ട് എങ്ങോട്ടേക്ക് കൊടുക്കും? പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്ററിന് കൊടുക്കും. പിന്നീടാണ്, അങ്ങനെയാണ് നമ്മളുടെ ലൈറ്റ് റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ആർ ഫോംഡ് ബൈ ദ ആക്സസറി പിഗ്മെന്റ്സ്, ഓൾ ദി ആക്സസറി പിഗ്മെന്റ്സ് ആൻഡ് സം പ്രോട്ടീൻസ്. അതെല്ലാം കൂടി ചേർന്നിട്ടാണ് LHC. അവരിലേക്കാണ് ഫസ്റ്റ് സൺലൈറ്റ് വീഴുന്നത്. അവരതിനെ ഇങ്ങനെ ക്യാരി ചെയ്ത് റിയാക്ഷൻ സെൻറ്ററിലിരിക്കുന്ന ക്ലോറോഫിലേക്ക് കൊടുക്കും. അത് ഇലക്ട്രോണായിട്ട് അതിനെ എമിറ്റ് ചെയ്യും. എങ്ങോട്ടേക്ക്? പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്ററിലേക്ക് അല്ലേ? എന്നിട്ട് ഇവിടെ എന്ത് സംഭവിക്കും? കണ്ടോ, LHCക്ക് ഓൾ പിഗ്മെന്റ്സ് എക്സെപ്റ്റ് ക്ലോറോഫിൽ എ ഉണ്ട്. ഫോട്ടോസിസ്റ്റം ഇറ്റ്സ് ലൈക്ക് ആന്റിന, ദാറ്റ് ഈസ് ഫോട്ടോസിസ്റ്റം ഹാസ് സെവറൽ LHCs ആൻഡ് റിയാക്ഷൻ സെന്ററിൽ ഇരിക്കുന്ന ക്ലോറോഫിൽ എ എല്ലാം കൂടി ചേരുന്നതാണ് നമ്മളുടെ ഫോട്ടോസിസ്റ്റം എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഫോട്ടോസിസ്റ്റം ഉണ്ട്, ഫോട്ടോസിസ്റ്റം 2 ആൻഡ് ഫോട്ടോസിസ്റ്റം 1. ഫുൾ ചാപ്റ്റർ മിസ്സിന് പറയാൻ പറ്റൂല, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യൂല എന്ന് എനിക്ക് തന്നെ ഒരു തോന്നൽ. ഓക്കെ, സോ ഫോട്ടോസിസ്റ്റം 1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഹാസ് അബ്സോർപ്ഷൻ മാക്സിമ ഓഫ് 700 നാനോമീറ്റർ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ P700 എന്ന് വിളിക്കുന്നത്. ഫോട്ടോസിസ്റ്റം 2ന് അബ്സോർപ്ഷൻ മാക്സിമ അറ്റ് 680 നാനോമീറ്റർ. അതുകൊണ്ട് നമ്മൾ അതിനെ P680 എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പം ഒരു പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ഇത് ലൈറ്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ വി നീഡ് ടു ഹാവ് ബോത്ത് ഫോട്ടോസിസ്റ്റം 2 ആൻഡ് ഫോട്ടോസിസ്റ്റം 1 ടു complete the process of light reaction, isn't it? That is non-cyclic photophosphorylation. അപ്പം അതുകൊണ്ട് നമ്മളതിനെ 2 ആയിട്ടാണ് പറയുക. ഫോട്ടോഫോസ്ഫോറിലേഷൻ ലൈറ്റ് എനർജിയെ യൂസ് ചെയ്തിട്ട് അതിൽ നിന്നും നമ്മൾ എനർജി ഉണ്ടാക്കിയെടുക്കുന്നു.
ATP ഉണ്ടാക്കിയെടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഇത് 2 ടൈപ്പ് ഉണ്ട്, സൈക്ലിക് ഉണ്ട്, നോൺ സൈക്ലിക് ഉണ്ട്. അപ്പം എന്താണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ? അതിനു മുമ്പ് ലൈറ്റ് റിയാക്ഷനെ നമ്മൾ ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയും. അതായത് തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ ഉള്ളിൽ ഗ്രാനയിലേക്ക് നമ്മുടെ വാട്ടർ മോളിക്യൂൾ ഉണ്ട്, വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഓക്സിജൻ റിലീസ് ചെയ്യും. ആൻഡ് ഇതുവഴി നമുക്കറിയാം ഫോട്ടോസിസ്റ്റം 2 ഫോട്ടോസിസ്റ്റം 1 ഇൻവോൾവ് ചെയ്തിട്ട് ATP NADPH ഫോം ചെയ്യും. അത് നേരെ നമ്മളുടെ കാൽവിൻ സൈക്കിളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. ഇനി നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു സിഗ്സാഗ് പാറ്റേണിലാണ് ആ റിയാക്ഷൻ നടക്കുക. സോ വാട്ട് ഹാപ്പൻസ് ഈസ്, ഫസ്റ്റ് തന്നെ നമുക്കറിയാം ഫോട്ടോൺ ആയിട്ട് വരുന്നു, സൺലൈറ്റ് വരുന്നു, അതിനെ നമ്മൾ ഫോട്ടോസിസ്റ്റം 2 റിയാക്ഷൻ സെൻറ്ററിലേക്ക് കൊടുക്കുന്നു. അപ്പം അവർ അതിനെ ഇലക്ട്രോൺ ആയിട്ട് എമിറ്റ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ആ ഇലക്ട്രോൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇതേ സമയം സൈമൾട്ടേനിയസ് ആയിട്ട് ഫോട്ടോസിസ്റ്റം 1 സൺലൈറ്റ് വരുന്നുണ്ട് ആൻഡ് ഇലക്ട്രോൺ അതിനെ എമിറ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺ ആയിട്ട് പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്ററിലേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ആ ഇലക്ട്രോണിനെ കണ്ടിന്യൂസ്ലി റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? അപ്പം നോൺ സൈക്ലിക്കിൽ ഇലക്ട്രോണിനെ റീപ്ലേസ് ചെയ്യുന്ന ആളാണ് വാട്ടർ മോളിക്യൂൾ. ഫോട്ടോലൈസിസ് ഓഫ് വാട്ടറിലൂടെ അത് സ്പ്ലിറ്റ് ചെയ്ത് ഇലക്ട്രോൺ ഇങ്ങനെ ഫ്ലോ ആയി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങോട്ടേക്ക്. അപ്പം ഫോട്ടോസിസ്റ്റം 1 നിന്ന് പോകുന്ന ഇലക്ട്രോണിനെ റീപ്ലേസ് ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ ഫോട്ടോസിസ്റ്റം 2 നിന്ന് വരുന്ന ഇലക്ട്രോൺ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഫോട്ടോസിസ്റ്റം 2 1 പോകുന്ന സമയത്ത് ഇലക്ട്രോണിനെ ക്യാരി ചെയ്യുന്നത് നമുക്കറിയാം മൊബൈൽ ഇലക്ട്രോൺ ക്യാരിയേഴ്സ് ഉണ്ട്. അവിടെ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മളുടെ പ്ലാസ്റ്റോക്വിനോൺ ഉണ്ട്, പ്ലാസ്റ്റോസൈനിൻ ഉണ്ട്, പിന്നെ നമ്മൾക്ക് അവിടെ ഒരു കോംപ്ലെക്സ് ഉണ്ട് അല്ലേ? അതായതാണ് ആ കോംപ്ലെക്സിൻ്റെ പേര് ആർക്കെങ്കിലും പറയാമോ? അവിടെ നമുക്കൊരു കോംപ്ലെക്സ് ഉണ്ട്. എന്താണ് ആ കോംപ്ലെക്സിൻ്റെ പേര്? സൈറ്റോക്രോം B6F. അപ്പോൾ ഇവരൊക്കെ ഇലക്ട്രോണിനെ ക്യാരി ചെയ്തിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് അവിടെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇസ്ന്റ് ഇറ്റ്? ആ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ പൊട്ടൻഷ്യൽ, അപ്പം ദാറ്റ് വിൽ ആക്ടിവേറ്റ് ദ ATP സിന്തേസ് എൻസൈം വിച്ച് വിൽ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ATP. അങ്ങനെയാണ് അവിടെ ATP സിന്തസിസ് നടക്കുന്നത്. നമ്മൾ റെസ്പിറേഷനിലും ഇത് പഠിക്കുന്നുണ്ട്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഫോട്ടോസിന്തസിസിലെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആണ്. കാരണം റെസ്പിറേഷനിൽ നമുക്ക് 4-5 എൻസൈം കോംപ്ലക്സുകളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ആകെ വളരെ ചെറിയ കാര്യങ്ങളെ പഠിക്കാനുള്ളൂ അല്ലേ? അങ്ങനെ ആ ഇലക്ട്രോൺ നേരെ ജമ്പ് ചെയ്ത് ഫോട്ടോസിസ്റ്റം 1 എത്തും. അത് പിന്നെ പിന്നീട് എങ്ങോട്ടേക്ക് പോകും? ഇവിടുന്ന് ജമ്പ് ചെയ്ത് പുറത്തു പോകും. അപ്പോൾ ദാ ഇവിടെ നമുക്ക് ഒരു എൻസൈം ഉണ്ട്, NADP റിഡക്റ്റേസ് എൻസൈം. ആ എൻസൈമിൻ്റെ പ്രസൻസിൽ ഇലക്ട്രോണും H+ അയൻസും ഒക്കെ കൂടി NADPH ഫോം ചെയ്യും. ഇസ്ന്റ് ഇറ്റ്? സോ 2 things we get out of light reaction. One is ATP, one is NADPH. ഇതിനെയാണ് നമ്മൾ Z സ്കീം എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രോൺ പോകുന്നത് അപ്ഹിൽ ഡൗൺഹിൽ, അപ്ഹിൽ ഡൗൺഹിൽ, അങ്ങനെ ഒരു സിഗ്സാഗ് പാറ്റേണിലാണ്. അതുകൊണ്ട് നമ്മളിതിനെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ അല്ലെങ്കിൽ സിഗ്സാഗ് പാറ്റേൺ എന്നും പറയും. കോൺസെപ്റ്റ് മനസ്സിലായോ? അവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഇങ്ങനെയാണ്. തൈലക്കോയിഡ് ലൂമൻ, തൈലക്കോയിഡിൻ്റെ ഉള്ളിലത്തെ ഭാഗമാണിത്. ഇത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രോമ. അപ്പോൾ അവിടെ ഒരു മെംബ്രെയിൻ ഉണ്ട് അല്ലേ? തൈലക്കോയിഡ് ഗ്രാനയുടെ മെംബ്രെയിനിലാണ് ഈ എൻസൈമുകളും പിന്നെ ഈ കാരിയേഴ്സും ഒക്കെ ഇരിക്കുന്നത്, ഫോട്ടോസിസ്റ്റവും ഇരിക്കുന്നത്. അപ്പം ഇവിടെ ഫോട്ടോസിസ്റ്റം 2 ഉണ്ട്. ഫോട്ടോസിസ്റ്റം 2 വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്. ആൻഡ് ആദ്യം ലൈറ്റ് വരുന്നു, ഇലക്ട്രോണിനെ കൊടുക്കുന്നു ഫോട്ടോസിസ്റ്റം 2 P680. ആ ഇലക്ട്രോണിനെ അവർ നേരെ പ്ലാസ്റ്റോക്വിനോണ് കൊടുക്കുന്നു. പ്ലാസ്റ്റോക്വിനോണ് തന്നെ ഇലക്ട്രോണിനെ ക്യാരി ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ടേക്ക് അപ്പ് H+ അയൻസ് ഫ്രം ദ തൈലക്കോയിഡ് ലൂമൻ അല്ലേ? അപ്പോൾ അത് F0 എന്ന് പറയും. ആൻഡ് പെരിഫറൽ ആയിട്ടുള്ള F1 ആവും. അപ്പം F0 കൂടി നമുക്കറിയാം H+ അയൻസിന് ടെൻഡൻസി ഉണ്ടാവും പാസ് ചെയ്യാൻ. കാരണം ഇവിടെ ഇപ്പം ഹൈ കോൺസെൻട്രേഷൻ ഓഫ് H+ അയൻസ് ആണ്. കാരണം ഓരോ സമയത്ത് ഇലക്ട്രോൺ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ പ്ലാസ്റ്റോക്വിനോണും പ്ലാസ്റ്റോസൈനും ഒക്കെ H+ അയൻസിനെ എങ്ങോട്ടേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്? ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രോമയിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്, ആ ഏരിയയിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. അത് ഇൻക്രീസസ് ദ H+ അയൻ കോൺസെൻട്രേഷൻ ദെയർ വിച്ച് ക്രിയേറ്റ്സ് എ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഓർ എൻ ഇലക്ട്രോകെമിക്കൽ പൊട്ടൻഷ്യൽ. ബിക്കോസ് ഓഫ് ദാറ്റ് they have a tendency. അതാണ് നമ്മൾ കെമിയോസ്മോസിസ് എന്ന് പറയുന്നത് അല്ലേ? ശ്രദ്ധിക്കുന്നുണ്ടോ മക്കള്? വാട്ട് ഈസ് കെമിയോസ്മോസിസ്? മൂവ്മെന്റ് ഓഫ് പ്രോട്ടോൺസ് H+ അയൻസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ. നിങ്ങൾ പഠിച്ച കാര്യമാണ് കേട്ടോ അതൊക്കെ, മിസ് ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. കാരണം ഇത് തുടങ്ങുന്ന സമയത്ത് ഹയർ കോൺസെൻട്രേഷൻ എവിടെയായിരുന്നു? നമ്മളുടെ തൈലക്കോയിഡ് ലൂമൻ്റെ ഉള്ളിലായിരുന്നു. ഓക്കെ, ആൻഡ് ലോവർ കോൺസെൻട്രേഷൻ സ്ട്രോമയിലായിരുന്നു. പക്ഷേ ഇത് കഴിയുന്ന സമയത്തോ ഹയർ കോൺസെൻട്രേഷൻ ഇവിടെയും ലോവർ കോൺസെൻട്രേഷൻ ലൂമനിലുമായി. അപ്പം ദേ ഹാവ് എ ടെൻഡൻസി ടു മൂവ് ഫ്രം, ക്വസ്റ്റ്യൻ ചെയ്യാന്ന് ഡോക്ടർ ആദിനാഥ് പറയുന്നുണ്ട്, ചെയ്യും. ഓക്കെ, ദേ മൂവ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, ജസ്റ്റ് ലൈക്ക് ഹൗ വാട്ടർ മോളിക്യൂൾസ് മൂവ് ഇൻ ദ ഓസ്മോസിസ് അല്ലേ? പക്ഷെ ഇവിടെ മൂവ് ചെയ്യുന്നത് വാട്ടർ മോളിക്യൂൾ അല്ല, ഒരു കെമിക്കൽ അയൺ ആണ്.
അപ്പം ഈ H+ സൈൻ മൂവ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ക്രിയേറ്റ്സ് what do you say മക്കളെ, ഇറ്റ് ക്രിയേറ്റ്സ് മക്കളെ H+ സൈൻ കോൺസെൻട്രേഷൻ കൂടുന്നത് ഇവിടെയാണ് കേട്ടോ, നോട്ട് ലൈക്ക് ദിസ്, ഓപ്പോസിറ്റ് ആണ്, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. അതായത് ഫസ്റ്റ് ഹയർ കോൺസെൻട്രേഷൻ ഉള്ളത് സ്ട്രോമയിലും ലോവർ കോൺസെൻട്രേഷൻ ലുമെനിലുമാണ്. സോ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പോവുക അല്ലേ, ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രം ദ തൈലക്കോയിഡ് ലുമൻ ടു ദ സ്ട്രോമയിലേക്കാണ് H+ സൈൻസ് മൂവ് ചെയ്യുന്നത്, isn't it? So that will generate what? That will make conformational change. So when H+ സൈൻസ് move from higher to lower concentration, F0യിൽ കൂടി പാസ് ചെയ്യുമ്പം F1ൽ അതൊരു കോൺഫോർമേഷണൽ ചേഞ്ച് ഉണ്ടാക്കും. അപ്പോൾ എപ്പോഴും ഓർക്കുക, ATP ഫോം ചെയ്യുന്നത് NADH2 ഫോം ചെയ്യുന്നതും ATP ഫോം ചെയ്യുന്നതും ഒക്കെ എവിടെയാണ്, ഏത് സൈഡിലേക്കാണ് മക്കൾ ശ്രദ്ധിക്കണില്ലേ? യെസ്, തൈലക്കോയിഡ് ലുമൻ്റെ ഉള്ളിലാണ് പിന്നീട് ഹൈ കോൺസെൻട്രേഷൻ ആവുന്നത്. സോ ഹയർ ടു ലോവർ എന്ന് പറയുമ്പം ലുമനിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത് H+ സൈൻ അല്ലേ. സോ മക്കൾ നോക്കിക്കേ, ATP ഫോം ചെയ്യുന്നതും NADPH ഫോം ചെയ്യുന്നതും ഒക്കെ എങ്ങോട്ടേക്കാണ്, ഏത് സൈഡിലേക്കാണ്? ലുമൻ, തൈലക്കോയിഡ് ലുമൻ്റെ ഉള്ളിലാണോ അതോ സ്ട്രോമയുടെ സൈഡിലേക്കാണോ? ഫ്രം ലുമൻ ടു സ്ട്രോമയാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ATP ഫോം ചെയ്യുന്നതും സ്ട്രോമയുടെ സൈഡിലാണ്, അതേപോലെ NADPH ഫോം ചെയ്യുന്നതും സ്ട്രോമയിലെ സൈഡിലേക്കാണ്, isn't it? അപ്പോൾ അതൊന്നും എല്ലാവരും മനസ്സിലാക്കുക. ലുമനിലാണ് കോൺസെൻട്രേഷൻ കൂടുന്നത് അല്ലേ, ദ കോൺസെൻട്രേഷൻ ഇൻക്രീസസ് ഇൻ ദ ലുമൻ. സോ ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ ദേ മൂവ്. യെസ്, സോ ഇതാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിൽ. ഇവിടുത്തെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് വളരെ സിമ്പിളാണ്, കാരണം ഒരു ഫോട്ടോസിസ്റ്റം 2 ഉണ്ട്, ഫോട്ടോസിസ്റ്റം സൈറ്റോക്രോം B6F ഉണ്ട്, അവരുടെ ഇടയ്ക്ക് ഒരു പ്ലാസ്റ്റോ ക്വിനോണും ഒരു പ്ലാസ്റ്റോ സൈനിനും ഉണ്ട്, ആൻഡ് വി ഹാവ് സൈറ്റോക്രോം B6F അല്ലേ. സോ ദാറ്റ് ഈസ് വെരി സിമ്പിൾ. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണ് മിസ്സിൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഉള്ളത് സൈക്ലിക് ആണ്. സൈക്ലിക്കും ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ATP ഫോമേഷൻ മാത്രമേ ഉള്ളൂ, NADH2 ഫോം ചെയ്യുന്നില്ല, ബിക്കോസ് NADPH ഫോം ചെയ്യുന്നില്ല. വൈ? ബിക്കോസ് ദർ ഈസ് ഓൺലി ഫോട്ടോസിസ്റ്റം 1 ദാറ്റ് ഈസ് ഇൻവോൾവ്. ഇവിടെ PS1 മാത്രമേ ഉള്ളൂ, P700 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. സോ ആ സെയിം ഇലക്ട്രോൺ, ഇവിടെ സൺലൈറ്റ് വഴി വരുന്ന ഇലക്ട്രോണിനെ ഇവരിങ്ങനെ ഒരു സൈക്കിളിലൂടെ അല്ലേ സൈറ്റോക്രോം B6Fൽ പോകുന്നു, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിലൂടെ ഒരു ATP ഫോം ചെയ്യുന്നുണ്ടെന്നല്ലാതെ വേറെ എങ്ങോട്ടേക്കും അവരെ കൊടുക്കുന്നില്ല. സോ ദാറ്റ്സ് വൈ ദേ ഹാവ് ഓൺലി, ഐ ആം നോട്ട് ഓഡിബിൾ, എന്നെ കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? മിസ് പറയുന്നത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാട്ടോ, ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ച് തരുന്നേ ഉള്ളൂ. യെസ്, അപ്പോൾ കെമിയോസ്മോസിസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഹയർ ടു ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഫ്രം ലുമൻ ടു ദ സ്ട്രോമ ഇവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, വെൻ ദ കോൺസെൻട്രേഷൻ ബിക്കംസ് ഹൈ. അപ്പോൾ അതിനെയാണ് നമ്മൾ കെമിയോസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലുമനിൽ സ്റ്റക്കായ പ്രോട്ടോൺസ് ATP സിന്തേസിൻ്റെ ഹെൽപ്പോടെ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പം എനർജി സ്റ്റോർഡ് ഇൻ ദ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് പവേഴ്സ് ദ ATP പ്രൊഡക്ഷൻ. കാരണം എവറി ടൈം F0യിൽ കൂടി H+ സൈൻസ് പാസ് ചെയ്യുമ്പം F1ന് ഒരു കോൺഫോർമേഷണൽ ചേഞ്ച് ഉണ്ടാകും. അത് ഇനോർഗാനിക് ഫോസ്ഫേറ്റും ADP ആയിട്ട് ചേർന്നിട്ട് ഇറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ATP. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓസ്മോസിസിൽ വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് പോലെ ഇവിടെ H+ സൈൻസ് പ്രോട്ടോൺസ് ആണ് മൂവ് ചെയ്യുന്നത്. അപ്പം സൈക്ലിക്കും നോൺ സൈക്ലിക്കും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നോൺ സൈക്ലിക് ആണ് കൂടുതൽ എനർജി ഫോം ചെയ്യുന്നത്, സൈക്ലിക്കിൽ ഫോട്ടോസിസ്റ്റം 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എല്ലാവരിലും നടക്കുന്ന പ്രോസസ്സല്ല. പിന്നെ കെമിയോസ്മോസിസിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് മെംബ്രെയിൻ വേണം, തൈലക്കോയിഡിൻ്റെ മെംബ്രെയിൻ വേണം, ഒരു പ്രോട്ടോൺ പമ്പ് വേണം അല്ലേ. അതായത് ഈ പ്രോട്ടോണിനെ ഇങ്ങനെ പമ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? നമ്മളുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് തന്നെയാണ്. ആൻഡ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് വേണം. പ്രോട്ടോൺസ് ഇങ്ങനെ പോയി അക്യുമുലേറ്റ് ചെയ്താലേ അതൊരു ഗ്രേഡിയൻറ്റ് ഫോം ചെയ്യുള്ളൂ. ആൻഡ് വി നീഡ് ATP സിന്തേസ് എൻസൈം ടു സിന്തസിസ് ATP. അപ്പോൾ പിന്നെയുള്ളത് ഡാർക്ക് ഫേസ് ആണ്. ഡാർക്ക് ഫേസിനെ നമ്മൾ ബയോസിന്തറ്റിക് ഫേസ് എന്നാണ് വിളിക്കുക. അവിടെ നടക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫിക്സേഷൻ ആണ്. സോ വാട്ട് ഹാപ്പൻസ് ഇൻ ബയോസിന്തറ്റിക് ഫേസ്? ലൈറ്റ് ഇല്ലാണ്ടാവുന്ന സമയത്ത് ബയോസിന്തറ്റിക് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫിക്സേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. സോ ബേസിക്കലി അവിടെ നടക്കുന്ന സൈക്കിളിന് നമ്മൾ പറയുന്നത് കാൽവിൻ സൈക്കിൾ എന്നാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പാണ് അതിൻ്റെ കാർബോക്സിലേഷൻ, ഫിക്സേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് നടക്കുന്നത് എവിടെയാണ്? നമ്മളുടെ മീസോഫിൽ സെൽസിലാണ്, ലീഫിലെ മീസോഫിൽ സെൽസിലാണ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റൊമേറ്റയിലൂടെ കയറുന്നു. സം സെൽസ് ഓൾസോ ഹാവ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദം. എന്നിട്ട് നേരെ അത് 1 സെക്കൻഡ്. ഓക്കെ, ഇനി സ്റ്റക്ക് മാറ്റിയിടാന കാര്യം, എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളൂ. എന്താണിത്? നമ്മുടെ ലൈവ് തുടങ്ങുമ്പം ഇങ്ങനെ സ്റ്റക്കിൻ്റെ പ്രശ്നം വരുന്നുണ്ടല്ലോ. എന്താണ് ഇങ്ങനെ? 7:36 ആയോ?
ഓക്കെ, സ്റ്റക്ക് മാറ്റാം. ഓക്കെ, ഡോണ്ട് വറി. സ്റ്റക്ക് ആവുന്നുണ്ടെന്ന് പറയണു യൂട്യൂബ് ലൈവ് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ ഓക്കെ, സെറ്റ്. അതിപ്പോൾ റെഡി ആവും കേട്ടോ. ടെൻഷൻ ആവല്ലേ നജി, ടെൻഷൻ ആവല്ലേ നജി, റിലാക്സ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ മീസോഫിൽ സെൽസിൽ ഈ സൈക്കിൾ നടക്കുന്നുണ്ട്. ഇവിടെ എന്താ നടക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് കയറുകയാണ് കാർബോക്സിലേഷനിലൂടെ. ഓക്കെ, ഫ്രം ദി അറ്റ്മോസ്ഫിയർ ത്രൂ സ്റ്റൊമേറ്റ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്. അവിടെ ഒരു എൻസൈം ഉണ്ട്, റുബിസ്കോ എൻസൈം, റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എന്ന് പറയുന്ന എൻസൈം, റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം. മിസ് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്, ചെക്ക് ചെയ്യോ? നമ്മുടെ ടീം അത് ചെക്ക് ചെയ്യുന്നുണ്ടടാ, വിഷമിക്കല്ലേ. അപ്പോൾ ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം കാർബൺ ഡൈ ഓക്സൈഡും ഇവിടെയുള്ള റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റും കൂടി ചേർന്ന് കാർബോക്സിലേഷൻ നടത്തുമ്പം അത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് നമ്മുടെ യൂണിവേഴ്സിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അബണ്ടന്റ് എൻസൈം, റുബിസ്കോ എൻസൈം. ഇതിരിക്കുന്നത് C3 പ്ലാന്റ്സിന്റെ മീസോഫിൽ സെൽസിലാണ് ഇവരുള്ളത്. അപ്പം അവർ എന്ത് ചെയ്യും? അവരൊരു സാധനം ഫോം ചെയ്യും, 3-phosphoglycerate ഫോം ചെയ്യും. അതിൽ നിന്നും റിഡക്ഷൻ നടന്നിട്ട് വി ഗെറ്റ് ട്രയോസ്ഫോസ്ഫേറ്റ്. അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ നമ്മുടെ ATPനെയും NADPHനെയും ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ATPനെ യൂട്ടിലൈസ് ചെയ്യും, അവരതിൽ ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ എടുക്കും, ആൻഡ് NADPHനെയും യൂട്ടിലൈസ് ചെയ്യും, ആൻഡ് വി ഗെറ്റ് ADP ആൻഡ് NADP+. ഓക്കെ, ആൻഡ് ട്രയോസ് ഫോസ്ഫേറ്റിൽ നിന്നും പിന്നീട് ഇറ്റ് വിൽ ഫർദർ ഗെറ്റ് കൺവേർട്ടഡ് ഇൻടു സൂക്രോസ് ആൻഡ് സ്റ്റാർച്ച്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവർ ഇവിടെ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ ട്രയോസ് ഫോസ്ഫേറ്റിനെ ഇവർ റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. സം പാർട്ട് ഓഫ് ഇറ്റ് അവർ എന്തായിട്ട് യൂസ് ചെയ്യും? റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റിനെ തിരിച്ചു കൊടുക്കാനായിട്ട് റീജനറേഷന് വേണ്ടിയിട്ട് നടത്തും. വെരി ഗുഡ്, 2 molecules of 3PGA അല്ലേ? വെരി ഗുഡ്. കാരണം റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് എത്ര കാർബൺ ആണ്? 5 കാർബൺ ആണ്. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിലെ 1 കാർബൺ. അപ്പോൾ രണ്ടും കൂടി ചേരുമ്പം 2 molecules of, ശരിക്കും കിട്ടുന്നത് 6 കാർബൺ ആണ്, വിച്ച് വി ഗെറ്റ്, വെരി ഗുഡ്, 3 കാർബൺ ആയിട്ടുള്ള 2 മോളിക്യൂൾസിനെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ റിഡക്ഷൻ ആൻഡ് ദെൻ ട്രയോസ് ഫോസ്ഫേറ്റിൻ്റെ ഫോർമേഷൻ, ആൻഡ് നമ്മൾ റിബുലോസിനെ ഇങ്ങോട്ടേക്ക് റീജനറേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇസ്ന്റ് ഇറ്റ്? യെസ് എവ്രി വൺ? ഓക്കെ, C3 പ്ലാന്റ്സിൻ്റെ കാര്യമാണ് മിസ് പറയുന്നത്, C3 പ്ലാന്റ്സിൻ്റെ കാര്യം. ഓക്കെ, C4 പ്ലാന്റ്സിലാണ് അഡീഷണൽ പാത്വേ ഉള്ളത്. അക്ഷര, ഓക്കെ, C4 പ്ലാന്റ്സിലാണ് അഡീഷണൽ പാത്വേ ഉള്ളത്. C3 പ്ലാന്റ്സിന് ഉണ്ടല്ലോ, റുബിസ്കോ എൻസൈം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഫോർ എവറി CO2 molecule entering the Calvin cycle, 3 molecules of ATP and 2 molecules of NADPH are required. അതായത് ഓരോ പ്രാവശ്യവും കാർബൺ ഡൈ ഓക്സൈഡ് കയറുമ്പം നമുക്ക് വേണം, ഇവിടെ നമുക്ക് 2 ATP വേണം, ഇവിടെ 1 ATP വേണം. കാരണം കാർബോക്സിലേഷനും അത് കഴിഞ്ഞ് റിഡക്ഷനും നമുക്ക് 2 ATPയും ഇവിടെ റീജനറേഷനും 1 ATPയും വേണം. സോ ടോട്ടലി വി റിക്വയർ 3 ATP ആൻഡ് 2 NADPH വേണം അല്ലേ? 2 NADPH. അപ്പോൾ ടു മേക്ക് 1 molecule ഓഫ് ഗ്ലൂക്കോസ് 6 turns ഓഫ് ദ സൈക്കിൾ ആർ റിക്വയർഡ്. അപ്പോൾ 1 molecule ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താണ്? C6H12O6. അപ്പം നമുക്ക് 6 കാർബൺ വേണം അല്ലേ? അപ്പം 1 molecule ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ എത്ര പ്രാവശ്യം ഈ കാൽവിൻ സൈക്കിൾ നടക്കണം മക്കളെ? 6 പ്രാവശ്യം. 6 turns ഓഫ് ദ സൈക്കിൾ നടക്കണം. ഇസ്ന്റ് ഇറ്റ്? യെസ്, സോ അത് മക്കളൊന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ 6 turns ഓഫ് ദ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ATPയും എത്ര NADPHും വേണം? ടു മേക്ക് 1 molecule. വെരി ഗുഡ്, അക്ഷര പറഞ്ഞു അല്ലേ? വെരി ഗുഡ്. ടു മേക്ക് 1 molecule ഓഫ് ഗ്ലൂക്കോസ്, 1 molecule ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 3 multiplied by 6, 18 ATPയും എത്ര NADPHും വേണം? 12 അല്ലേ? NADPHും വേണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ഈ സൈക്കിൾ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇസ്ന്റ് ഇറ്റ്? എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ATP ഗെയിനൊക്കെ ഉണ്ടാവുള്ളൂ. ഇസ് ഇസ് ക്ലിയർ ടു എവറിബഡി? യെസ്, അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു ഫ്ലോ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ആൻഡ് ഇത് ആണ് നമ്മളുടെ ടോട്ടൽ റിയാക്ഷൻ അല്ലേ? 6 RUBP plus 6 CO2, 18 ATP plus 12 NADPH. അത് കാരണം 6 CO2 കാരണമല്ലോ, 6 സൈക്കിൾസ് നടക്കണമല്ലോ. അപ്പോൾ നമുക്ക് 6 RUBPനെ തിരിച്ചു കിട്ടും. C6H12O6, 1 molecule ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടാകും, 18 ADP, 18 PI, അത്രയും പേരെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ റിയാക്ഷൻ. കാൽവിൻ സൈക്കിളിൻ്റെ സ്റ്റേജസ് മക്കൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
പിന്നെ C4 പ്ലാന്റ്സിൽ നമുക്കറിയാം പ്ലാന്റ്സ് ദാറ്റ് ആർ അഡാപ്റ്റഡ് ടു ഡ്രൈ ട്രോപ്പിക്കൽ റീജൻസ്, ഡ്രൈ എൻവയോൺമെന്റിൽ ജീവിക്കുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ C4 പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ പാത്വേ ഉണ്ട്, ദാറ്റ് ഈസ് ദ C4 പാത്വേ, ബിക്കോസ് ഇവർക്കൊരു പ്രത്യേക അറേഞ്ച്മെന്റ് ഉണ്ട്. C4 റെഫേഴ്സ് ടു ദ 4 കാർബൺ മോളിക്യൂൾ. ഇവരിൽ നമ്മളതിനെ C3 സൈക്കിളിനെ എന്തിനാണ് വിളിക്കുന്നത്, കാൽവിൻ സൈക്കിളിനെ? ഫസ്റ്റ് ഫോം ചെയ്തിരിക്കുന്ന സ്റ്റേബിൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ് അല്ലേ. പക്ഷേ ഇവിടെ ഫസ്റ്റ് ഫോം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 4 കാർബൺ ആണ്. അതുകൊണ്ടാണ് നമ്മളതിനെ C4 പാത്വേ എന്ന് വിളിക്കുന്നത്. ഈ പ്ലാന്റ്സിന് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അനാറ്റമിക്കൽ സ്ട്രക്ചർ ഉണ്ട്. അതിനെ നമ്മൾ ക്രാൻസ് അനാറ്റമി എന്ന് പറയും. അതായത് ഒരു റീത്ത് പോലെ, ഫ്ലവേഴ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് പോലെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളതിനെ ക്രാൻസ് അനാറ്റമി എന്ന് വിളിക്കുന്നത്. ഇവരുടെ വാസ്കുലർ ബണ്ടിലിൻ്റെ ചുറ്റിനും they have bundle sheath cells. They form several layers around the vascular bundles. They are characterized by having large number of chloroplasts, thick walls, and impermeable to gaseous exchange and no intercellular spaces. Closely arranged cells ആണ് bundle sheath cells എന്ന് പറയുന്നത്. Crystallization acid metabolism അത് ഡിഫറെൻ്റ് ആണ് ഡോക്ടർ ആദിനാഥ്. അപ്പോൾ ക്രാൻസ് അനാറ്റമി C4 പ്ലാന്റ്സിൻ്റെ പ്രത്യേകതയാണ്. നോക്കിക്കേ, ഇത് ഇവരുടെ വാസ്കുലർ ബണ്ടിൽ, അതിൻ്റെ ചുറ്റിനും അവർക്കുള്ളത് ബണ്ടിൽ ഷീറ്റ് സെൽസ്, ക്രാൻസ് അനാറ്റമി. അതിൻ്റെ ചുറ്റിനുമാണ് അവരുടെ മീസോഫിൽ സെൽസ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് കയറുന്നത് എങ്ങോട്ടേക്കാ? ഇവരുടെ മീസോഫിൽ സെൽസിൽ കയറും. അതിനുശേഷം ബണ്ടിൽ ഷീത്തിൽ വരും. അവിടെയാണ് ശരിക്കും ഫിക്സേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവർക്കൊരു അഡീഷണൽ പാത്വേ ഉണ്ട്. അപ്പോൾ അത് നോക്കിക്കേ, ഇവരുടെ മീസോഫിൽ സെല്ലിലുള്ള എൻസൈം പെപ് കാർബോക്സിലേസ് ആണ്, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ്. അപ്പം ഈ എൻസൈം കാർബൺ ഡൈ ഓക്സൈഡ് കയറി കഴിയുമ്പോൾ ഈ എൻസൈം ഫോസ്ഫോയിനോൾ പൈറുവേറ്റുമായിട്ട് ചേർന്നിട്ട് ഓക്സാലോ അസറ്റേറ്റ് ഫോം ചെയ്യും, 4 കാർബൺ ആസിഡ് ഫോം ചെയ്യും, ഓർഗാനിക് ആസിഡാണ്. അത് മാലേറ്റ് ആകും. അതിനെ അക്രോസ് ദ മെംബ്രെയിൻ ഇവർ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് നേരെ ബണ്ടിൽ ഷീറ്റിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ എന്താക്കും, അതിനെ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അവിടെ ഒരു കാർബോക്സിലേഷൻ, ഡീകാർബോക്സിലേഷൻ ആണ് നടക്കുന്നത്. ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യും. ആ കാർബൺ ഡൈ ഓക്സൈഡ് നേരെ കാൽവിൻ സൈക്കിളിൽ കയറിയിട്ട് ഷുഗർ ഉണ്ടാക്കും. അത് വാസ്കുലർ ബണ്ടിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഇതിനെ നമ്മൾ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ എന്നും കൂടി വിളിക്കും, ബേസ്ഡ് ഓൺ ദ സയൻറ്റിസ്റ്റ് ഹൂ ഫസ്റ്റ് ഒബ്സർവ്ഡ് ഇറ്റ്. കറക്റ്റ്? യെസ്. അപ്പം ഈ പൈറുവേറ്റിനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കുകയും വേണം അല്ലേ, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആവാൻ വേണ്ടി തിരിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ അതിനവരവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ATPനെ യൂസ് ചെയ്യുന്നതും ഉണ്ട് അല്ലേ, ATPനെ യൂട്ടിലൈസ് ചെയ്യുന്നതും ഉണ്ട്. സോ ഇസ് ദിസ് ക്ലിയർ ടു എവറിബഡി? നമുക്ക് ഇത് അറിയുന്ന കാര്യമാണ്. ഇവർക്കൊരു അഡീഷണൽ പാത്വേ നടക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് ദ സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ദാറ്റ് ദേ ഹാവ്. അപ്പം ഇവരുടെ കാൽവിൻ സൈക്കിൾ നടക്കുന്നത് C4 പ്ലാന്റ്സിൽ നടക്കുന്നത് ബണ്ടിൽ ഷീറ്റ് സെൽസിലാണ്. മീസോഫിൽ സെൽസിൽ നടക്കുന്നത് എന്താണ്, C4 പാത്വേ ആണ്, ദാറ്റ് ഈസ് ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ ആണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതാണ് അവരുടെ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്. കാരണം ഇവരുടെ റുബിസ്കോ എൻസൈം ഇരിക്കുന്നത് ഈ ബണ്ടിൽ ഷീറ്റ് സെല്ലിലാണ് ഇൻ കേസ് ഓഫ് C4 പ്ലാന്റ്സ് അല്ലേ. മീസോഫിൽ സെല്ലിൽ പെപ് കാർബോക്സിലേസ് ആണ് ഉള്ളത്. ഇതാണ് നമ്മുടെ NCERT കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദ മീസോഫിൽ സെൽസ് ഓഫ് ദീസ് പ്ലാന്റ്സ്, C4 പ്ലാന്റ്സ് ലാക്സ് റുബിസ്കോ, അത് അവരുടെ ബണ്ടിൽ ഷീറ്റ് സെൽസിലാണ് ഉള്ളത്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് കാണിച്ചിട്ടുണ്ട് ആൻഡ് ഹൗ ദേ ക്യാരി ഇറ്റ് ഔട്ട്. ബിക്കോസ് ഓഫ് ദാറ്റ് C3 പ്ലാന്റ്സിൽ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി അത്ര ഇല്ല, പക്ഷേ C4 പ്ലാന്റ്സിന് നല്ല റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ആണ് ബിക്കോസ് ഓഫ് ദി സ്പെഷ്യൽ അഡീഷണൽ പാത്വേ ദാറ്റ് ദേ ഹാവ്. എപ്പോഴും ചോദിക്കുന്നതാണ് C3 പ്ലാന്റ്സും C4 പ്ലാന്റ്സും തമ്മിലുള്ള ഡിഫറൻസ്. C3 പ്ലാന്റ്സിന് ക്രാൻസ് അനാറ്റമി ഇല്ല, അവർക്ക് ക്രാൻസ് അനാറ്റമി ഉണ്ട്. ബണ്ടിൽ ഷീറ്റ് സെൽസ് യൂഷ്വലി ഡു നോട്ട് കണ്ടെയ്ൻ ക്ലോറോപ്ലാസ്റ്റ്, പക്ഷേ ഇവരുടെ ബണ്ടിൽ ഷീറ്റ് സെൽസിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് ഈസ് ദ ഫസ്റ്റ് ആക്സെപ്റ്റർ ഓഫ് CO2 ഇൻ C3 പ്ലാന്റ്സ്. ഇവിടെ ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫസ്റ്റ് ആക്സെപ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് C3 പ്ലാന്റ്സിൽ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഈസ് ദ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇവിടെ ഓക്സാലോ അസിറ്റിക് ആസിഡ് ആണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇവിടെ C3 ആണ്, 3 കാർബൺ ആണ്, ഇവിടെ 4 കാർബൺ ആണ് ഫസ്റ്റ്. ദ പ്ലാന്റ്സ് ഓപ്പറേറ്റ് ഓൺലി കാൽവിൻ സൈക്കിൾ. ഇവർക്ക് ഒരു ഡൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ഉണ്ട്, അതാണ് ഇവരുടെ മീസോഫിൽ സെൽസിൽ നടക്കുന്നത്. ആൻഡ് CO2 കോമ്പൻസേഷൻ പോയിന്റ് 25 to 100 parts per million. അത് നിങ്ങൾ അധികം നോക്കേണ്ട ആവശ്യം ഇല്ല. ആൻഡ് C4 പ്ലാന്റ്സിൽ CO2 കോമ്പൻസേഷൻ പോയിന്റ് 0 to 10 ppm. അതുകൊണ്ടാണ് ഇവർക്ക് കൂടുതൽ എഫിഷ്യൻസി ഉള്ളത്, മോർ റേറ്റ് ഫാസ്റ്റർ ആയിട്ട് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റുന്നത് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇവരുടെ തമ്മിലുള്ള ഒരു the plants are unable to perform photosynthesis at very low carbon dioxide concentration. ഇത് PYQ ആയിട്ട് വന്നിട്ടുള്ളതാണ് മക്കളെ, ഇതൊന്ന് ശ്രദ്ധിക്കണം. അതായത് ഈ C3 പ്ലാന്റ്സിന് ഫോട്ടോസിന്തറ്റിക് റേറ്റ് കുറവാണ്. ആൻഡ് ഓൾസോ അറ്റ് ദ ലോ ടെമ്പറേച്ചർ
C3 plants are more efficient while at high temperature their photosynthetic activity is comparatively reduced. അപ്പോൾ ഹൈ ടെമ്പറേച്ചേഴ്സിൽ ഇവർക്ക് ഫോട്ടോസിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. ആൻഡ് C4 പ്ലാന്റ്സ് ഓൾസോ ലാക്ക് ഫോട്ടോ റെസ്പിറേഷൻ. അവർക്ക് വേസ്റ്റ്ഫുൾ പ്രോസസ്സ് ഇല്ല അല്ലേ. അപ്പോൾ C3 പ്ലാന്റ്സിന് ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ്സ് ഉണ്ട്. അനാവശ്യമായിട്ട് ഈ റുബിസ്കോ എൻസൈമിന് ഓക്സിജനേഷനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നതിന് പകരം ഓക്സിജനായിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ. Now, mesophyll cells perform only initial fixation in C4 plants. Photosynthesis continues even at very low carbon dioxide concentration ആണെങ്കിൽ പോലും അവർ ഫിക്സേഷനെ നടത്തും 10 to 15 parts per million. And C4 plants are less efficient than C3 plants at low temperature, but they have higher net assimilation at high temperature. അപ്പോൾ ഹൈ ടെമ്പറേച്ചേഴ്സിൽ അവർ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഫോട്ടോസിന്തസിസ് നടത്തുകയും ചെയ്യും. ശ്രദ്ധിക്കുന്നുണ്ടോ മക്കളെ? യെസ്. അപ്പോൾ C3 plants, they are adapted to all types of climates, and C4 plants are adapted to tropical climates, high temperatures. C3 plants usually cannot tolerate saline conditions, salty conditions il avaru survive illa. C4 plants can tolerate halophytic conditions. C3 plants usually perform photosynthesis only when stomata are open. C4 plants perform photosynthesis even when stomata are closed from carbon dioxide produced in respiration. Carbon dioxide ne avarku use cheyan pattum, more ഫിക്സേഷൻ നടത്താൻ പറ്റും. ഫോട്ടോസിന്തസിസ് സ്റ്റോപ്സ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് വാട്ടർ സ്ട്രെസ്. കാരണം C3 പ്ലാന്റ്സിന് ഒരു പാത്വേ അല്ലേ ഉള്ളൂ, പക്ഷേ C4 പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് അപ്രീഷ്യബിൾ ഈവൻ അണ്ടർ കണ്ടീഷൻസ് ഓഫ് സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിലും അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. ആൻഡ് പക്ഷേ C4 പാത്വേ ചില സ്പെസിഫിക് പ്ലാന്റ്സിൽ മാത്രം, ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സിലുള്ള പ്ലാന്റ്സിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ്സ് C3 പ്ലാന്റ്സിൽ നടക്കുന്നുണ്ട്. ഫോസ്ഫോ ഗ്ലൈക്കോലേറ്റ് ഒക്കെ ഫോം ചെയ്യുന്ന പ്രോസസ്സ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ചാപ്റ്റർ. ഞാൻ ഇതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ലൈവിൽ വന്നത്, പക്ഷേ ഞാൻ എല്ലാം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ടൈം അത്യാവശ്യം പോയിട്ടുണ്ട്. ഫോട്ടോ റെസ്പിറേഷനും കൂടി അതുകൊണ്ട് നോക്കാം. ഇവിടെ നമുക്കറിയാം ഫോട്ടോ റെസ്പിറേഷനിൽ റുബിസ്കോയ്ക്ക് കാർബോക്സിലേഷനും ഓക്സിജനേഷനും ഉള്ള കഴിവുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? റുബിസ്കോ ഹാസ് മച്ച് ഗ്രേറ്റർ അഫിനിറ്റി ഫോർ CO2 വെൻ ദ CO2 ഓക്സിജൻ കോൺസെൻട്രേഷൻ ഇസ് നിയർലി ഈക്വൽ. പക്ഷേ it is a relative concentration of oxygen and CO2 that determines which of the two binds to the enzyme. അപ്പോൾ C3 പ്ലാന്റ്സിൽ some oxygen will bind to rubisco and hence some oxygen binds to the rubisco and hence carbon dioxide fixation is decreased. അല്ലേ, ഓക്സിജനായിട്ട് പോയി ബൈൻഡ് ചെയ്യും. അതുകൊണ്ട് എന്ത് പറ്റും? ഇവർ വേറൊരു സാധനം ഫോം ചെയ്യും. ദാറ്റ് ഈസ് 1 molecule of phosphoglycerate and phosphoglycolate ഒക്കെ ഫോം ചെയ്യും. അപ്പോൾ ഇതൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. സെല്ലിന് ഇവരെ കൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അക്ഷര പറയുന്നുണ്ട് 1 molecule of phosphoglycerate and 1 molecule of phosphoglycolate is formed in photorespiration which the cell does not need. അല്ലേ? അപ്പോൾ C4 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള അനാവശ്യമായ ഫോർമേഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് വെരി എഫിഷ്യൻ്റ്ലി അവർക്ക് ഫോട്ടോസിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യാനും പറ്റും അല്ലേ. അപ്പം വൈ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഈൽഡ് ആർ ബെറ്റർ ഇൻ ദീസ് C4 പ്ലാന്റ്സ്? ബിക്കോസ് ഇവർക്ക് ഹൈ ടെമ്പറേച്ചർ ടോളറൻസ് ഉണ്ട്, സലൈനിറ്റിയിലൊക്കെ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. എത്ര ലോ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും അവർക്ക് അതിനെ ഫിക്സ് ചെയ്യാനും പറ്റും. സിൻഡേറ്റ് ഇതൊക്കെ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ലാസ്റ്റ് പാർട്ടിലുള്ളതാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്. ലൈറ്റിൻ്റെ ഓരോന്നിൻ്റെയും ഇത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്താ പറയുന്നത്? ദാറ്റ് ഈസ് വെൻ സെവറൽ ഫാക്ടേഴ്സ് എഫക്ട് എനി ബയോകെമിക്കൽ പ്രോസസ്. ബ്ലാക്ക്മാൻസ് ലോ പറയുന്നത് എന്താ പറയുക, ഒരു കെമിക്കൽ പ്രോസസ്സിനെ മോർ ദാൻ 1 ഫാക്ടർ കൺട്രോൾ ചെയ്യുമ്പം അതിൽ ഏതാണോ വിച്ച് ഇസ് നിയറസ്റ്റ് ടു ഇറ്റ്സ് മിനിമൽ വാല്യൂ, ഏറ്റവും കുറവ് ഏതാണോ ഉള്ളത് അതായിരിക്കും ഇറ്റ് വിൽ ഡയറക്ട്ലി എഫക്ട് ദ പ്രോസസ് ഇഫ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഈസ് ചേഞ്ച്ഡ് അല്ലേ. അപ്പോൾ ഏതാണോ ഏറ്റവും കുറവിലുള്ളത്, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ ഏറ്റവും കുറവുള്ളത്, ലൈറ്റ് ആണോ ഏറ്റവും കുറവിലുള്ളത്, അതാണ് ആ റിയാക്ഷൻ്റെ ഇതിനെ എഫക്റ്റ് ചെയ്യുക, റേറ്റിനെ എഫക്റ്റ് ചെയ്യുക എന്നാണ് ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് പറയുന്നത്. അങ്ങനെ ഓരോ എൻവയോൺമെൻറ്റൽ ഫാക്ടറിനും ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. ഐ തിങ്ക് ദ റെസ്റ്റ് വി ക്യാൻ ഡിസ്കസ് ത്രൂ ക്വസ്റ്റ്യൻസ് അല്ലേ. ഇനിയെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്താലോ? യെസ്, നമ്മൾ 2 hours ക്ലാസ് ആണ്. 2 hours ഫുള്ള് മാക്സിമം നമുക്ക് എടുക്കാൻ നോക്കാം. ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിക്കായിട്ടും തരാം. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിക്കും തരാം. ഓക്കെ ആണോ? യെസ്, അപ്പം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള സമയം തരാം കേട്ടോ.
with reference to factors affecting the rate of photosynthesis, which of the following statement is not correct? ഇൻക്രീസിങ് അറ്റ്മോസ്ഫറിക് കാർബൺ ഡൈ ഇതൊക്കെ PYQ ആണ്. നമ്മൾ ലാസ്റ്റ് ഒരു 10-12 ഇയേഴ്സിലെ PYQs ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കുറേ പേർക്കൊക്കെ, PYQs ആയതുകൊണ്ട് തന്നെ. എന്നാലും മാക്സിമം ചെയ്യാൻ നോക്കാം. With reference to factors affecting the rate of photosynthesis, which of the following statement is not correct? Increasing atmospheric concentration, CO2 concentration up to 0.05% can enhance the CO2 fixation rate. ഇത് correct ആണ്. C3 plants respond to higher temperatures with enhanced photosynthesis, while C4 plants have much lower temperature optimum. Tomato is a greenhouse crop that can be grown in CO2-enriched atmosphere for higher yield. Light saturation for CO2 fixation occurs at 10% of full sunlight. ഇതൊക്കെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പം CO2 കോൺസെൻട്രേഷൻ 0.05% വരെ ഇൻക്രീസ് ചെയ്യുന്നത് CO2 ഫിക്സേഷൻ റേറ്റിനെ കൂട്ടും. അത് കറക്റ്റാണ്. C3 പ്ലാന്റ്സ് റെസ്പോണ്ട് ടു ഹയർ ടെമ്പറേച്ചേഴ്സ് നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, തെറ്റല്ലേ? യെസ്. ആൻഡ് വിത്ത് എൻഹാൻസ് ഫോട്ടോസിന്തസിസ് വൈൽ C4 പ്ലാന്റ്സ് ഹാവ് ലോവർ ടെമ്പറേച്ചർ ഒപ്റ്റിമം. നേരെ തിരിച്ചാണല്ലേ? യെസ്. C4 പ്ലാന്റ്സിന് ഹയർ ടെമ്പറേച്ചേഴ്സിലും ഓപ്പറേറ്റ് ചെയ്യാനും ഫോട്ടോസിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യാനും പറ്റും, ഹയർ റേറ്റ്സും ഉണ്ട്. സോ ഇതാണ് ഇതിൽ തെറ്റ് സ്റ്റേറ്റ്മെന്റ്. ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. റെസ്റ്റ് ഓൾ ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. സോ ഓപ്ഷൻ 2 ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. യെസ് അപർണ. നെക്സ്റ്റ്. One scientist cultured cladophora in a suspension of acetobacter and illuminated the culture by splitting light through a prism. He observed that bacteria accumulated mainly in the region of violet and green light, indigo and green light, orange and yellow light, blue and red light. എവിടെയാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയ അക്യുമുലേറ്റ് ചെയ്തത്? ഏറ്റവും കൂടുതൽ ഓക്സിജൻ റിലീസ് നടന്ന സ്ഥലത്തായിരിക്കും. എയറോബിക് ബാക്ടീരിയ ആണ് അവർ പോയി അക്യുമുലേറ്റ് ചെയ്യുക. ദാറ്റ് വിൽ ബി വെയർ ഇൻ ദ ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റ് റീജിയൻ, വെയർ വിച്ച് റിമൈൻഡ്സ് മീ നമ്മൾ ആക്ഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും നന്നായിട്ട് പഠിക്കണം പൊന്നു മക്കളെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഈ കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫിഗർ 13.3A, 30.3B and C. First one shows the absorbance of light by chloroplast pigments. Okay. Then comes the റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പം നമുക്കറിയാം ക്ലോറോഫിൽ എക്ക് അല്ലേ മാക്സിമം അബ്സോർപ്ഷൻ റേറ്റ് വരുന്നത് ഏത് വേവ് ലെങ്ത്തിലാണെന്ന് അത് നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട്. ക്ലോറോഫിൽ എ ഇസ് ദ ചീഫ് പിഗ്മെന്റ്. ഓക്കെ, ബിക്കോസ് മാക്സിമം അബ്സോർപ്ഷൻ അവർ കാണിക്കുന്നത് ഏത് റീജിയനിലാണ്? ബ്ലൂ ആൻഡ് റെഡ് റീജിയൻ അല്ലേ? ബ്ലൂ ആൻഡ് റെഡ് റീജിയനിലാണ് കാണിക്കുന്നത്. ബിക്കോസ് ക്ലോറോഫിൽ എ ഇസ് ദ ചീഫ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റ് റീജിയൻ മാക്സിമം ഫോട്ടോസിന്തസിസ് ഹാപ്പൻസ് ഹിയർ. ഓപ്ഷൻ 4 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരിക. നെക്സ്റ്റ്. ഓക്സിജൻ ഇസ് നോട്ട് പ്രൊഡ്യൂസ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ബൈ ഗ്രീൻ സൾഫർ ബാക്ടീരിയ, നോസ്റ്റോക്ക്, സൈക്കസ്, കാര. ഇതിൽ ആരാണ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാത്തത്? ഫോട്ടോസിന്തസിസിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാത്തത്? യെസ്. ഇപ്പം നമ്മളിതിൽ നോക്കുമ്പം നോസ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? സൈനോ ബാക്ടീരിയ ആണ്. കാര എന്താണ്? വാട്ട് ഈസ് കാര? ഇസ് ഇറ്റ് എൻ ആൽഗി? ഇസ് ഇറ്റ് എ ടെരിഡോഫൈറ്റ്? ഇസ് ഇറ്റ് എ ബ്രയോഫൈറ്റ്? വാട്ട് ഈസ് കാര? വാട്ട് ഈസ് സൈക്കസ്? സൈക്കസ് ഇസ് ആൻജിയോസ്പേം ഓർ എ ജിംനോസ്പേം. യെസ്. അപ്പോൾ ഇവരൊക്കെ ഓട്ടോട്രോഫ്സ് ആണെന്ന് നമുക്കറിയാം അല്ലേ? ഓൾ ഓഫ് ദം, നോസ്റ്റോക്ക്, കാര, സൈക്കസ്, യെസ്, all of them are all of them are autotrophs. They carry out photosynthesis by themselves and they utilize the sunlight, chlorophyll and water and everything, and they release sugar and they form sugar and they release oxygen. പക്ഷേ ഗ്രീൻ സൾഫർ ബാക്ടീരിയയിലോ അവർ യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ വാട്ടർ മോളിക്യൂളിനെ ഒന്നും അല്ല. ദേ യൂട്ടിലൈസ് ദ കെമിക്കൽസ് അറൗണ്ട് ദം. യെസ്, ഖാര ഈസ് എൻ ആൽഗി. ഈസ് ദിസ് ഗ്രീൻ ആൽഗി, ബ്രൗൺ ആൽഗി ഓർ റെഡ് ആൽഗി? യെസ്, വെരി ഗുഡ് അഭിഷ്ട. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ ആൽഗേൻ്റെ ഇതെന്തായിരുന്നു? നമുക്ക് കോഡൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? C³ SUV ആൻഡ് C² SUV എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറേ കോഡൊക്കെ ഉണ്ട്. LDF ES ഇങ്ങനെ കുറേ കോഡൊക്കെ ഉണ്ടായിരുന്നു. സൈക്കസ് ഇസ് എ ജിംനോസ്പേം, ഖാര ഗ്രീൻ ആൽഗി. യെസ്, വെരി ഗുഡ്. ആൻഡ് നോസ്റ്റോക്ക് എന്താണ്? അപ്പോൾ ഗ്രീൻ സൾഫർ ബാക്ടീരിയയിൽ ഇവർ യൂസ് ചെയ്യുന്നത് ഇവരുടെ ചുറ്റിനുമുള്ള കെമിക്കൽസിനെയാണ്. സോ they do not produce oxygen as a byproduct, isn't it? Yes. So option 1 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ്. മാച്ച് ദ ഫോളോയിങ്. ക്ലോറോഫിൽ എ തരുന്നത് നമുക്ക് ഏത് ലൈറ്റിനെയാണ് ഇത് അബ്സോർബ് ചെയ്യുന്നത്, ഓർ ഏത് കളറാണ് ഇത് തരുന്നത് എന്നാണ് പറയുന്നത്. എ
It gives blue-green color. അല്ലേ? It's a major photosynthetic pigment. A3 ആണ്. ഞാൻ മാച്ച് ചെയ്യുന്നില്ല. നിങ്ങൾ മാച്ച് ചെയ്യൂ. Chlorophyll A, chlorophyll B, xanthophyll, carotenoids. Yes, nostoc is cyanobacteria. Very good. Very good. Autotrophic bacteria. അല്ലേ? Excellent. എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. വേഗം പറയൂ. Yes, chlorophyll A. A നമുക്ക് തരുന്നത് 3 ആണ്. That is blue-green color ആണ്. So A3 ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻ. Chlorophyll B നമുക്ക് തരുന്നതോ യെല്ലോ ഗ്രീൻ ആണ്. സോ B2 അല്ലേ? A3 B2 ആയിട്ടുള്ളത് ഓപ്ഷൻ 1 ആണ്. ആൻഡ് CS4 xanthophyll നമുക്ക് തരുന്നത് യെല്ലോ കളറും കാരോട്ടിനോയിഡ്സ് തരുന്നത് യെല്ലോ ടു ഓറഞ്ച് അല്ലേ? നമ്മുടെ ക്യാരറ്റിനൊക്കെ നല്ല ഓറഞ്ച് കളർ കൊടുക്കുന്നത് കാരോട്ടിനോയിഡ്സ് ആണ്. D1 ആണ് അല്ലേ? സോ ഓപ്ഷൻ 1 ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് NEET 2024 റീനീറ്റിൽ വന്ന ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റിക്വയർഡ് ഫോർ ദ ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിൻ്റെ ലൈറ്റ് റിയാക്ഷന് വേണ്ടത് ഇതിൽ എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, വാട്ടർ, ക്ലോറോഫിൽ, ലൈറ്റ്. എന്തൊക്കെയാണ് വേണ്ടത്? ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണ്? ലൈറ്റ് റിയാക്ഷനിൽ നമുക്കറിയാം ഫോട്ടോസിസ്റ്റം 2, ഫോട്ടോസിസ്റ്റം 1 ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഉണ്ട് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ അവിടെ നടക്കുന്നില്ല. വിച്ച് ആർ നീഡഡ് ആണ്. ഓക്സിജൻ അവിടെ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്സിജനെ ആവശ്യമില്ല അല്ലേ? സോ വാട്ട് ഈസ് നീഡഡ്? വാട്ടർ മോളിക്യൂൾ വേണം ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ നടക്കാൻ. ക്ലോറോഫിൽ വേണം, ലൈറ്റ് വേണം. സോ C, D and E ഓൺലി ആണ് വരിക അല്ലേ? വാട്ട് ഈസ് ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ? എല്ലാവരും ആൻസർ ചെയ്തേ. വാട്ട് ഈസ് ദി ആൻസർ? സിയും ഡിയും ഇയും മാത്രം പോരെ നമുക്ക്? വാട്ടർ, ക്ലോറോഫിൽ, ലൈറ്റ് ഇത്രയും സാധനം പോരെ? ഓക്സിജൻ അവിടെ ഇവോൾവ് ചെയ്യുകയല്ലേ ചെയ്യുന്നത് ഫോട്ടോലൈസിസ് നടക്കുമ്പോൾ? കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നത് എവിടെയാണ്? ഡാർക്ക് റിയാക്ഷനിലല്ലേ? യെസ്. അപ്പോൾ C, D and E ഓൺലി. ഓപ്ഷൻ 2 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? എല്ലാവരും ക്ലാസ്സിൽ ആൻസർ ചെയ്യണം കേട്ടോ. ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളൊക്കെ ആൻസർ ചെയ്യുക. അതേപോലെ ഈ ഒരു PYQ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓൾ ഓഫ് യു. Okay. The photochemical phase of photosynthesis include oxygen release, formation of NADPH, use of ATP, water splitting, carboxylation. എടാ ഫോട്ടോകെമിക്കൽ ഫേസ് എന്ന് പറഞ്ഞാൽ അത് ലൈറ്റ് റിയാക്ഷൻ അല്ലേ? ലൈറ്റ് റിയാക്ഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? നമ്മുടെ NCERTയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ലൈറ്റിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലെക്സ്. ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ, ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് വാട്ടർ സ്പ്ലിറ്റ് ആകുന്നു, അതുവഴി ഓക്സിജൻ റിലീസ് ആകുന്നു. ആൻഡ് ഫോട്ടോസിസ്റ്റം 2, ഫോട്ടോസിസ്റ്റം 1 നോൺ സൈക്ലിക്കിലൂടെ ATPയും NADPHും ഫോം ആവുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളിവിടെ നടക്കുന്നുണ്ട് അല്ലേ? യെസ്. അപ്പം ഓക്സിജൻ റിലീസ് ഉണ്ട്, ഫോർമേഷൻ ഓഫ് NADPH ഉണ്ട്, യൂസ് ഓഫ് ATP അല്ല, ഫോർമേഷൻ ഓഫ് ATP ആണ് നടക്കുന്നത്. വാട്ടർ സ്പ്ലിറ്റിംഗ് ഉണ്ട്, കാർബോക്സിലേഷൻ ഇല്ല. കാർബോക്സിലേഷൻ നടക്കുന്നത് ബയോസിന്തറ്റിക് ഫേസിലാണ്. അപ്പം എന്തൊക്കെയാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്? A ഉണ്ട്, B ഉണ്ട്, D ഉണ്ട്. A, B and D ഓൺലി. ഓപ്ഷൻ 2 ആണ് വരിക അല്ലേ? 6th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഫ്യൂച്ചർ ഡോക്ടേഴ്സിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പുണ്യ എന്താ 4 എന്നൊക്കെ പറയണേ? ഓപ്ഷൻ 2 അല്ലേ വരുന്നത്? യെസ്. എയും ബിയും ഡിയും അല്ലേ ഇതിൻ്റെ ഫോട്ടോകെമിക്കൽ ഫേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നെന്ന് പറയുന്നത്? യെസ്. ഓപ്ഷൻ 2 ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഗ്രാന ലാമെല്ലെ ഹാവ് both photosystem 1 and photosystem 2. Cyclic photophosphorylation involved both photosystem 1 and photosystem 2. Both ATP and NADPH2 are synthesized during non-cyclic photophosphorylation. Stroma lamellae lack photosystem 2 and NADP reductase. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അമൃത, അഭീഷ്ട ഒക്കെ പറയേണ്ട ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ, ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് വരിക. ഇനി അങ്ങോട്ടുള്ള PYQ സെഷൻസിലാണെങ്കിലും ചാപ്റ്റർ ഒന്ന് നോക്കിയിട്ട് വരിക. അപ്പം ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഗ്രാന ലാമെല്ലെ ഹാവ്, എന്താണ് ഇതിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഗ്രാന ലാമെല്ലയിൽ 2 ഉണ്ട്, ഫോട്ടോസിസ്റ്റം 2ഉം ഫോട്ടോസിസ്റ്റം 1ഉം ഉണ്ട്. അതുകൊണ്ടല്ലേ നോൺ സൈക്ലിക് അവിടെ നടക്കുന്നത്. അപ്പോൾ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഇൻവോൾവ്സ് ബോത്ത് ഫോട്ടോസിസ്റ്റം 1 ആൻഡ് ഫോട്ടോസിസ്റ്റം 2 എന്ന് പറയുന്നത് തെറ്റല്ലേ? അതിലെന്ത് മാത്രമേ ഉള്ളൂ? ഓൺലി P700 മാത്രമേ ഉള്ളൂ അല്ലേ? അവിടെ അതുകൊണ്ട് തന്നെ അവിടെ ATP ഫോം ചെയ്യുന്നുണ്ട്, NADPH ഫോം ചെയ്യുന്നതും ഇല്ല. ബോത്ത് ATP ആൻഡ് NADPH ആർ സിന്തസൈസ് ഡ്യൂറിങ് നോൺ സൈക്ലിക്, അത് കറക്റ്റാണ്. സ്ട്രോമ ലാമെല്ലെ ലാക്ക് ഫോട്ടോസിസ്റ്റം 2 ആൻഡ് NADP റിഡക്റ്റീസ്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇസൻറ്റ് ഇവരൊക്കെ ഗ്രാനയിലാണ് ഉള്ളത്. യെസ് എവ്രി വൺ? ഓക്കെ. നൗ അല്ല, ഗ്രാനയിലല്ല, ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ആക്ച്വലി കറക്റ്റ് അല്ലേ? ലാമെല്ലെ ലാക്ക് ഫോട്ടോസിസ്റ്റം 2 NADP റിഡക്റ്റീസ് എന്ന് പറയുന്നത് കറക്റ്റാണ്. യെസ്. നൗ ദ റിയാക്ഷൻ center in photosystem 2 has an absorption maxima at PS2 എന്ന് പറയുമ്പോൾ P680 ആണ് അല്ലേ?
PS1 എന്ന് പറയുമ്പോൾ P700 ആണ്. സോ ദ അബ്സോർപ്ഷൻ മാക്സിമ ഈസ് അറ്റ് വാട്ട് 680 നാനോമീറ്റർ. ഓപ്ഷൻ 2 680 നാനോമീറ്റർ ആണ്. നെക്സ്റ്റ് വൺ, ദ പ്രൊഡക്ട്സ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ ഇൻ ഫോട്ടോസിന്തസിസ് ആർ. ലൈറ്റ് റിയാക്ഷൻ്റെ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് മക്കളെ? പ്രൊഡക്ട്സ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ ഇൻ ഫോട്ടോസിന്തസിസ് ആർ. വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ ഇൻ ഫോട്ടോസിന്തസിസ്? ATP, NADPH, ഓക്സിജൻ. ATP, NADPH, ഓക്സിജൻ, വാട്ടർ. വാട്ടർ ഇല്ല അല്ലേ? വാട്ടറിനെ അവിടെ സ്പ്ലിറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്? ATP, NADPH ആൻഡ് വാട്ടർ, നോ. ATP, NADPH ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, നോ. എന്തിനൊക്കെയാണ് ഇവിടെ ഫോം ചെയ്യുന്നത്? ATP ഫോം ചെയ്യുന്നത്, NADPH ഫോം ചെയ്യുന്നുണ്ട്, ഓക്സിജനെ ഫോം ചെയ്യുന്നുണ്ട്. സോ പ്രൊഡക്ട്സ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ ഫോട്ടോസിന്തസിസ് ആർ ഓപ്ഷൻ 1 അല്ലേ? ATP ഉണ്ട്, NADPH ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. യെസ്, ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? തെറ്റായിട്ടുള്ളത് എന്നാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്, കാരണം നീറ്റ് 2021 ഇത് വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ നീറ്റ് 2023 മണിപ്പൂരിൽ നടന്ന എക്സാമിലും ഇത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്യൂറിങ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ when electrons are lost from the reaction center at photosystem 2, what is the source which replaces these electrons? നമ്മൾ പഠിച്ചതല്ലേ നമ്മുടെ സിക്സാക്കിൽ ഫോട്ടോസിസ്റ്റം 2 എന്ന് ലോസ് ആവുന്ന ഇലക്ട്രോൺസിനെ റീപ്ലേസ് ചെയ്യുന്നത് ആരാണടാ? ആരാ റീപ്ലേസ് ചെയ്യുന്നത്? വാട്ടർ മോളിക്യൂൾ അല്ലേ? ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ വഴി അവർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഇലക്ട്രോണിനെ അങ്ങോട്ടേക്ക് റീപ്ലേസ് ചെയ്യും. അതുകൊണ്ടാണ് ഇലക്ട്രോൺസിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകാൻ പറ്റുന്നത്. സോ ഓപ്ഷൻ 2 വാട്ടർ മോളിക്യൂൾ ആണ് അത് ചെയ്യുന്നത് അല്ലേ? ഇത് എവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നീറ്റ് ഏത് നീറ്റിലാണ്, ഏത് സ്റ്റേറ്റിലാണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാം PYQs തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊഡക്റ്റ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്? ഇത് ലൈറ്റ് റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് അല്ലാത്തത്, വിച്ച് ഈസ് നോട്ട് എ പ്രൊഡക്റ്റ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ എന്നാണ് ചോദിക്കുന്നത്. ATP, NADH, NADPH, ഓക്സിജൻ ഏതാണ് ലൈറ്റ് റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് അല്ലാത്തത്? ലൈറ്റ് റിയാക്ഷനിൽ ഉണ്ടാവുന്നത് ATP ഉണ്ടാവുന്നുണ്ട്, NADPH ഉണ്ടാവുന്നുണ്ട്, ഓക്സിജൻ ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിലൈസിസ് ഓഫ് വാട്ടർ ഉണ്ടാവുന്നുണ്ട്, വാട്ടർ സ്പ്ലിറ്റിങ്ങിലൂടെ. പക്ഷേ NADH ഇല്ല. NADH ഫോം ചെയ്യുന്നത് റെസ്പിറേഷനിലാണ് അല്ലേ? സോ ഓപ്ഷൻ 2 ആണ് ഈ ക്വസ്റ്റ്യൻ്റെയും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. കൂടുതൽ ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻ 2 അല്ലേ ആൻസർ വരുന്നത് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗസ് വർക്ക് ചെയ്താലോ? അങ്ങോട്ട് ചെന്നാൽ മതി, എല്ലാം തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ഗസ് ഒന്നും ചെയ്യരുത്, കൂടുതൽ 2 ആണ്. അപ്പോൾ റെസ്പിറേഷൻ ക്വസ്റ്റ്യൻ വന്നാൽ കൂടുതൽ 2 തന്നെ ആയിരിക്കും ആൻസർ എന്ന് വെച്ചാൽ നമ്മൾ ഗസ് ചെയ്യാനൊന്നും പോകരുത് കേട്ടോ. നല്ലപോലെ പഠിച്ച് PYQs ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പോവാം. C4 പാത്വേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കാർബൺ മോളിക്യൂളിനെ ഫിക്സ് ചെയ്യുന്നുണ്ട് ആൻഡ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആണോ ഫോം ചെയ്യുന്നത് അവിടെ? യെസ്. സോ ലൈറ്റ് റിയാക്ഷനിൽ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് തന്നെ അറിയാം B1 ആണ്. B1 ആയിട്ടുള്ള 2 ഓപ്ഷനേ നമുക്കുള്ളൂ. B1 ആയിട്ടുള്ള 2 ഓപ്ഷനേ ഉള്ളൂ, ബാക്കിയുള്ളതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഫോട്ടോ റെസ്പിറേഷൻ ഇസ് എ വേസ്റ്റ്ഫുൾ പ്രോസസ്, ഫോസ്ഫോ ഗ്ലൈക്കോലേറ്റ് ഇസ് ഫോംഡ്. C4 ആണ്. സോ B1 ആണ്, C4 ആണ്. ഓക്കെ, നൗ കാൽവിൻ സൈക്കിളിൽ റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് ആണ് ഫസ്റ്റ് തന്നെ എന്താ പറയുക കാർബൺ ഡൈ ഓക്സൈഡ് ചേർന്നിട്ട് നമുക്ക് ഇത് 3 കാർബൺ കോമ്പൗണ്ട് തരുന്നത് അല്ലേ? സോ D2 ആണ്. സോ A3 ആണ്. ദാറ്റ് ഈസ് C4 പാത്വേ ഈസ് കാർബൺ മോളിക്യൂൾ ഇസ് ഗെറ്റിംഗ് ഫിക്സ്ഡ് ആൻഡ് അഡീഷണൽ പാത്വേ ആണ്. ആൻഡ് പെപ് കാർബോക്സിലേസ് ആണ് അത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം. സോ A3 ആണ്, B1 ആണ്, ആൻഡ് C4 ആണ്, ആൻഡ് D2 ആണ്. സോ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, isn't it? നെക്സ്റ്റ്, സിന്തസിസ് ഓഫ് ATP linked to the development of a proton gradient across a membrane is mass flow hypothesis, Wobble hypothesis, Chemiosmotic hypothesis, Rivet-Popper hypothesis. എന്താണിത്? ATPനെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻ്റ്, അതായത് ഇവിടെ നമ്മുടെ ലുമനിൽ ഇത് ബിൽഡ് ആവുന്നത് കൊണ്ട്, പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ബിൽഡ് ആവുന്നത് കൊണ്ട് ദേ ഹാവ് എ ടെൻഡൻസി ടു ഗോ ഫ്രം ദി ഔട്ട്സൈഡ് ടു ദി ഇൻസൈഡ്. inside to the outside, isn't it? That creates that helps in the synthesis of ATP with the help of ATP synthase enzyme അല്ലേ? അപ്പം ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? ദാറ്റ് ഈസ് ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇൻസ്റ്റെഡ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് കെമിക്കൽ അയൺ പ്രോട്ടോൺ ഇസ് മൂവിങ്. അതുകൊണ്ട് നമ്മളിതിനെ കെമിയോസ്മോട്ടിക് ഹൈപ്പോതെസിസ് എന്നാണ് പറയുക. 14 ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3. 15 ക്വസ്റ്റ്യൻ,
വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഈസ് റിക്വയർഡ് ഫോർ കെമിയോസ്മോസിസ്? ഇത് ഒരുപാട് പ്രാവശ്യം ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കെമിയോസ്മോസിന് വേണ്ട കോമ്പിനേഷൻ എന്തൊക്കെയാണ് വേണ്ടത്? നമ്മൾ കുറച്ച് മുമ്പ് അത് കാണുകയും ചെയ്തിരുന്നു സ്ലൈഡിൽ. പ്രോട്ടോൺ പമ്പ്, ഇലക്ട്രോൺ ഗ്രേഡിയൻറ്റ്, NADP സിന്തേസ് ആണോ? മെംബ്രെയിൻ, പ്രോട്ടോൺ പമ്പ്, പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്, ATP സിന്തേസ്. മെംബ്രെയിൻ, പ്രോട്ടോൺ പമ്പ്, പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്, NADP സിന്തേസ്. പ്രോട്ടോൺ പമ്പ്, ഇലക്ട്രോൺ ഗ്രേഡിയൻറ്റ്, ATP സിന്തേസ്. എന്താണ് നമുക്ക് വേണ്ടത്? NEET 2023 വന്ന ക്വസ്റ്റ്യൻ ആണ്. യെസ്, നമുക്കൊരു മെംബ്രെയിൻ വേണം. ദാറ്റ് ഈസ് ഇവിടെ നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിൻ ആണ്. പ്രോട്ടോൺ പമ്പ് വേണം. പമ്പായിട്ട് വേണ്ടത് ആ പ്രോട്ടോൺസിന് മൂവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇത് വേണം അല്ലേ? ആൻഡ് പ്രോട്ടോ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻ വേണം. പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് വേണം അല്ലേ? ദാറ്റ് ചാർജ് ഹാസ് ടു ബി ജനറേറ്റഡ്. ആൻഡ് ഓൾസോ we require the ATP synthase enzyme which is going to synthesize ATP. So membrane, proton pump, proton gradient and ATP synthase ആണ് correct ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ 2 ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് കെമിയോസ്മോട്ടിക് ഹൈപ്പോതെസിസ്. കെമിയോസ്മോട്ടിക് ഹൈപ്പോതെസിസിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നു. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ മോളിക്യൂൾ ടേക്സ് പ്ലേസ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ മെംബ്രെയിൻ. Protons accumulate within the lumen of the thylakoids. The primary acceptor of electron transfers the electrons to an electron carrier. NADP reductase enzyme is located on the stroma side of the membrane. Protons increase in number in stroma. അപ്പോൾ എന്താണ് ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ളത്? മക്കളൊന്നും കൂടി സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിക്കേ. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ മോളിക്യൂൾ ടേക്സ് പ്ലേസ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ മെംബ്രെയിൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? യെസ്, മെംബ്രെയിൻ്റെ ഉള്ളിലത്തെ സൈഡിലല്ലേ, ഫോട്ടോ സിസ്റ്റം 2ൻ്റെ അവിടെയല്ലേ ഇത് സ്പ്ലിറ്റ് ആവുന്നത്. അപ്പോൾ ഇന്നർ സൈഡ് ഓഫ് ദ മെംബ്രെയിൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇസ്ൻ്റ് ഇറ്റ് ചിൽഡ്രൻ? യെസ്, എ കറക്റ്റ് ആണ്. നൗ പ്രോട്ടോൺസ് അക്യുമുലേറ്റ് വിത്തിൻ ദ ലുമൻ ഓഫ് ദ തൈലക്കോയിഡ്സ്. പ്രോട്ടോൺസ് അക്യുമുലേറ്റ് ചെയ്യുന്നത് ലുമൻ്റെ ഉള്ളിലല്ലേ? യെസ്, അതും കറക്റ്റ് ആണ് അല്ലേ? അവിടെയാണ് ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ജമ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത്. അതും കറക്റ്റ് ആണ്. പ്രൈമറി ആക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേഴ്സ് ദ ഇലക്ട്രോൺസ് ടു ആൻ ഇലക്ട്രോൺ കാരിയർ. പ്രൈമറി ആക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺസിനെ എങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്? ഇലക്ട്രോൺ കാരിയറിലേക്കാണോ കൊടുക്കുന്നത്? ആർക്കാണ് കൊടുക്കുന്നത്? ഹും ഡു ദേ ഗിവ് ഇറ്റ് ടു? പ്രൈമറി ആക്സെപ്റ്റർ. അതായത് ഫസ്റ്റ് നമുക്കറിയാം നമ്മളുടെ LHC പ്രോട്ടോണിനെ വെൽക്കം ചെയ്യുന്നു അല്ലേ, ഹാർവെസ്റ്റ് ചെയ്യുന്നു, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. എന്നിട്ട് അവരതിനെ റിയാക്ഷൻ സെൻറ്ററിൽ ഇരിക്കുന്ന നമ്മുടെ ക്ലോറോഫിൽ എക്ക് കൊടുക്കുന്നു. ക്ലോറോഫിൽ എ അതിനെ ഇലക്ട്രോൺ ആയിട്ട് എമിറ്റ് ചെയ്യുന്നു. പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്ററിന് കൊടുക്കുന്നു. പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ അതിനെ ആർക്കാ കൊടുക്കുന്നത്? യെസ്, പറഞ്ഞേ, വേഗം പറയൂ. പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ അതിനെ ആർക്കാ കൊടുക്കുന്നത്? Whom do they give the electrons to? They don't give the electrons to an electron carrier. Then whom do they give it to? Yes, H plus ion carrier. Not to an electron carrier, but to the H plus ion carrier. Is that so? Yes. നോക്കിക്കേ നമ്മുടെ ടെക്സ്റ്റിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിൽ. ദിസ് ഈസ് വൈ റീഡിങ് NCERT ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? അതായത് ഇവിടെ നോൺ സൈക്ലിക്കിൽ നടക്കുന്നത്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിൽ നടക്കുന്നത് എവിടെ പോയി? Because the primary acceptor of electron is located towards the outer side of the membrane and it transfers the electron not to an electron carrier but to an H plus ion carrier. Very clearly നമ്മുടെ NCERT അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇലക്ട്രോൺ കാരിയറിനല്ല, H plus ion carrier. ആരാണ് നമ്മുടെ H plus ion carrier? പ്ലാസ്റ്റോക്വിനോൺ, isn't it? അവർക്കാണ് കൊടുക്കുന്നത്. And this molecule moves a proton from the stroma while transporting an electron. അതുകൊണ്ടാണ് അവർ H plus ion എടുത്തിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത്. Isn't it? യെസ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് മക്കളെ? ഇത് തെറ്റാണ്. Now, NADP reductase enzyme is located on the stroma side of the membrane. സ്ട്രോമയുടെ സൈഡിലാണോ NADP reductase enzyme ഇരിക്കുന്നത്? യെസ്, NADP reductase enzyme. This is the lumen of thylakoid. Okay, and this is the stroma side and this is where NADPH is forming. അപ്പം NADP reductase enzyme എവിടെയാണ് ഉള്ളത്? NADP reductase enzyme is located on the stroma side of the membrane. Yes, so that is correct. NADP reductase enzyme is located on the stroma side of the membrane എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രോട്ടോൺസ് ഇൻക്രീസ് ഇൻ നമ്പർ ഇൻ ദ സ്ട്രോമ. സ്ട്രോമയിലാണോ പ്രോട്ടോൺസിൻ്റെ നമ്പർ കൂടുന്നത്? അല്ല.
ഇൻ ദ ലുമൻ അല്ലേ, ലുമനിലാണ് കൂടുന്നത്. അതുകൊണ്ടാണ് ഫ്രം ദ ലുമൻ ടു ദ സ്ട്രോമ, ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ ത്രൂ ദ ATP സിന്തേസ് എൻസൈം അവർ പോകുന്നത്. സോ നമുക്കിതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? A, B ആൻഡ് D ആണ്. ഓപ്ഷൻ 2 ആണ്. നിങ്ങൾ ഒരുപാട് പേര് കറക്റ്റായിട്ട് പറഞ്ഞു അല്ലേ. യൂബിക്വിനോൺ ഉള്ളത് എവിടെയാണ്? മൈൻഡ് ഫ്ലെയർ. യൂബിക്വിനോൺ റെസ്പിറേഷനിലാണ് കേട്ടോ. യെസ്, അവിടുത്തെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിലാണ്. ഇവിടെ ഉള്ളത് പ്ലാസ്റ്റോക്വിനോൺ ഫോട്ടോസിന്തസിസ്. സോ P, പ്ലാസ്റ്റോക്വിനോൺ, പ്ലാസ്റ്റോസൈനിൻ, 2 കാരിയേഴ്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഇപ്പോൾ ഓക്കെ ആയോ? സ്റ്റിൽ സ്റ്റക്ക് മാറിയോ മക്കളെ? ഇപ്പോൾ ഓക്കെ ആയോ? യെസ്, ഇപ്പോൾ ഓക്കെ ആയോ? സ്റ്റക്ക് മാറ്റാട്ടോ. ഇപ്പോൾ ഓക്കെ ആയി. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തേ. ക്വസ്റ്റ്യൻ ആൻസർ എന്താ എല്ലാവരും പറയൂ. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? നോട്ട് ട്രൂ റിഗാർഡിംഗ് ദ റിലീസ് ഓഫ് എനർജി ഡ്യൂറിങ് ATP സിന്തസിസ്, ദാറ്റ് ഈസ് റിഡക്ഷൻ ഓഫ് NADP ടു NADPH ടു സ്ട്രോമയിലാണ് നടക്കുന്നത്. അത് കറക്റ്റാണ്. ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ആണ് നടക്കുന്നത്. യെസ്, ബ്രേക്ക് ഡൗൺ ഓഫ് ഇലക്ട്രോൺ ഗ്രേഡിയൻ്റ് ഉണ്ടോ? ഇലക്ട്രോൺ ഗ്രേഡിയൻ്റ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല. മൂവ്മെൻറ്റ് ഓഫ് പ്രോട്ടോൺസ് അക്രോസ് ദ മെംബ്രെയിൻ ടു ദ സ്ട്രോമ, അതും കറക്റ്റാണ് അല്ലേ. കാരണം ഫ്രം ലുമൻ ടു സ്ട്രോമയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രോൺ ഗ്രേഡിയൻ്റ് അല്ല ഇവിടെ ബ്രേക്ക് ആവുന്നത്, ബട്ട് proton gradient to synthesize ATP. So only then ATP synthase enzyme will be activated. So breakdown of electron gradient എന്ന് പറയുന്നത് തെറ്റാണ്. ഓപ്ഷൻ 3 ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ. നെക്സ്റ്റ്, ഇൻ ക്ലോറോപ്ലാസ്റ്റ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആർ ഫൗണ്ട് ഇൻ ലുമൻ ഓഫ്. ഇപ്പോൾ ഓക്കെയാണ്, കുറച്ച് മുമ്പ് പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ. In chloroplast, the highest number of protons are found in. Chloroplastൽ highest number of protons എവിടെയാണ് ഉള്ളത്? Lumen of thylakoids, intermembrane space, antennae complex, stroma. AIPMT 2016 വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് കോൺസെൻട്രേഷൻ എവിടെയാണ് വരുന്നത്? ലുമൻ ഓഫ് തൈലക്കോയിഡ് ആണോ, ഇന്റർമെംബ്രെയിൻ സ്പേസിലാണോ, ആന്റിനെ കോംപ്ലക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? LHC ഫോട്ടോസിസ്റ്റവും കൂടിയിട്ടുള്ള ആ കോംപ്ലക്സിനെയാണ് നമ്മൾ ആന്റിനെ കോംപ്ലക്സ് എന്ന് പറയുന്നത്. സ്ട്രോമയിലാണോ? ലുമൻ ഓഫ് തൈലക്കോയിഡ്സിലാണ് അല്ലേ ഹയസ്റ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അവിടെയാണ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NEET 2024 റീനീറ്റിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. NEET 2024 ഭയങ്കര കോൺട്രവേഴ്സിയൽ ആയിരുന്നല്ലോ. അപ്പോൾ അതിൽ ആ റീനീറ്റ് ഒരു എക്സാം കൂടി നടത്തിയിരുന്നു കുറേ പേർക്ക്. അപ്പോൾ അതിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. Observe the given figure and identify the different stages labeled with alphabets by selecting the correct option. ഇവിടെ നമ്മുടെ കാൽവിൻ സൈക്കിൾ ആണ് കാണിച്ചിരിക്കുന്നത്. A എന്തായിരിക്കും അപ്പോൾ? റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് തരുന്നത് എന്താണ്? അവിടെ നടക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കാൽവിൻ സൈക്കിൾ ഈസ് carboxylation, fixation of carbon dioxide, and we get 2 molecules of 3-phosphoglycerate. So A is carboxylation, and then comes B, that is reduction. അല്ലേ, ഇവിടെ റിഡക്ഷൻ ആണ് നടക്കുന്നത്. And in reduction 2 molecules of ATP and 2 molecules of NADH2 are utilized. അങ്ങനെ നമുക്ക് ട്രയോഫോസ്ഫേറ്റ് കിട്ടും, and that will later get converted into sucrose and stored as starch. പിന്നെ C is regeneration of ribulose 1,5 bisphosphate back into the mesophyll cell അല്ലേ. സോ കാർബോക്സിലേഷൻ, റീജനറേഷൻ ആൻഡ് റിഡക്ഷൻ ആണ് നടക്കുന്നത്. കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ ആണ് നടക്കുന്നത്. സോ ഓപ്ഷൻ 3 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ, ഓപ്ഷൻ 3. നെക്സ്റ്റ്, which of the following products diffuses through the chloroplast during photosynthesis? Diffuses out of chloroplast during photosynthesis. ക്ലോറോപ്ലാസ്റ്റിൻ്റെ പുറത്തേക്ക് വരുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ADP, NADPH, ഓക്സിജൻ, ATP. അതായത്
which one of the following products diffuses out of chloroplast during photosynthesis? ഇതിൽ NADPH ATPയും പുറത്തേക്കൊന്നും പോണില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്താ, അവരെ ലൈറ്റ് റിയാക്ഷന് വന്നവർ നേരെ ഫോം ചെയ്ത NADPHും ATPയും നേരെ ഡാർക്ക് റിയാക്ഷനിൽ കയറുകയാണ് ചെയ്യുന്നത് അല്ലേ. പിന്നെ ADPന്റെ റോൾ എന്താ, ADP നമുക്കറിയാം ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് ചേർന്നിട്ട് ATP ഫോം ചെയ്യണം. അപ്പോൾ അവരുള്ളത് എവിടെയായിരിക്കും, നമ്മുടെ സ്ട്രോമയുടെ സൈഡിലേക്കായിരിക്കും ഇരിക്കുന്നത്. അവർ ഡിഫ്യൂസ് ഔട്ട് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ പുറത്തേക്ക് വരുന്നത് ആരായിരിക്കും, ക്ലോറോപ്ലാസ്റ്റിന് പുറത്തേക്ക് വന്ന് സൈറ്റോപ്ലാസ്റ്റിലേക്ക് പോകുന്നതും മറ്റ് ടാർഗറ്റ്സിലേക്ക് പോകുന്നതും ആരായിരിക്കും, ഓക്സിജൻ ആയിരിക്കും. ബിക്കോസ് ഓക്സിജന് പിന്നീട് നമുക്കറിയാം പല ഫോമിലൂടെ സ്റ്റൊമേറ്റയിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യണം. isn't it? Yes, so option 3 oxygen ആണ് ശരിക്കും diffuse out ആവുന്നത്. Next, how many molecules of ATP and NADPH are required respectively for the fixation of every carbon dioxide molecule entering the Calvin cycle? നമ്മൾ നേരത്തെ ഇത് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഓരോ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ കയറുമ്പോഴും ഓക്കെ സൈക്കിളിലേക്ക് കയറുമ്പോഴും എത്ര ATPയും എത്ര NADPHും വേണമെന്ന്. കാരണം നമുക്കറിയാം ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് C6H12O6 ഫോം ചെയ്യണമെങ്കിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ്, എത്ര NADPHും എത്ര ATPയും നമുക്ക് വേണം. എത്ര നമുക്ക് 6 കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ടേക്ക് കയറണമെന്ന് നമുക്കറിയാം. ഈ സൈക്കിളിൽ കയറണം 6 ടേൺസ് ഓഫ് ദ സൈക്കിൾ നടക്കണം അല്ലേ. അപ്പം ഒരെണ്ണത്തിനെ ഫിക്സ് ചെയ്യാൻ എത്ര എണ്ണം വേണം, ദാറ്റ് ഈസ് വി റിക്വയർ 3 molecules of ATP and 2 molecules of NADPH അല്ലേ. 3 molecules of ATP and 2 molecules of NADPH, which makes it for the 6 turns of the cycle to happen 18 molecules of ATP and 12 molecules of NADPH. Isn't it children? Correct അല്ലേ? യെസ്, അതായത് 6 ടേൺസ് ഓഫ് ദ സൈക്കിൾ നടക്കുമ്പം 6 കാർബൺ ഡൈ ഓക്സൈഡ് കയറുമ്പോഴേക്കും ദാറ്റ് ഈസ് വി റിക്വയർ 18 ATP and 12 NADPH. യെസ്, ഓക്കെ. സോ ഓപ്ഷൻ 3 ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C3 NEET 2024 വന്ന ക്വസ്റ്റ്യൻ ആണ്. 25 ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യൂ കേട്ടോ. യെസ്, നൗ in C3 plants some oxygen binds to the rubisco, hence carbon dioxide fixation is decreased. In C4 plants mesophyll cells show very little photorespiration while bundle sheath cells do not show photorespiration. ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് മക്കളെ? വേഗം പറയൂ. നമ്മൾ സ്ലോ ആയിട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. സ്ലോ ആവുകയാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ മക്കൾ എന്നോട് പറയണം കേട്ടോ. നമുക്ക് ഇനിയും ടൈമുണ്ട്, മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിക്കായിട്ടും തരാം കേട്ടോ. ഐ വിൽ ഗിവ് യു സം ക്വസ്റ്റ്യൻസ് ഫോർ യുവർ സെൽഫി സ്റ്റഡി. ഓക്കെ, യാ. Okay, what is the answer to this question? ആരൊക്കെ ആൻസർ ചെയ്ത് നോക്കട്ടെ. അതായത് സ്റ്റേറ്റ്മെന്റ് 1 is true, സ്റ്റേറ്റ്മെന്റ് 2 in C3 plants some oxygen binds to the rubisco, correct അല്ലേ. അവർക്ക് ഫോട്ടോ റെസ്പിറേഷൻ ഉണ്ട്, അൺനെസസറി വേസ്റ്റ്ഫുൾ പ്രോസസ് ആണ്. സോ ഹെൻസ് CO2 ഫിക്സേഷൻ ഇസ് ഡിക്രീസ്ഡ്, അവരുടെ ഫോട്ടോസിന്തറ്റിക് റേറ്റ് കുറവാണ്. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. യെസ്, in C4 plants mesophyll cells show very little photorespiration while bundle sheath cells do not show photorespiration. C4 plantsൽ photorespiration ഉണ്ടോ? അവർക്ക് photorespiration ഉള്ള ഒരു പ്രോസസ്സേ ഇല്ല അല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 is true but സ്റ്റേറ്റ്മെന്റ് 2 is false. ഓപ്ഷൻ 2 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നൗ how many molecule of ATP and NADPH are required for every molecule of CO2 fixed in the Calvin cycle? നമ്മളിപ്പോൾ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ചെയ്തതേ ഉള്ളൂ അല്ലേ. സിമിലർ ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എത്ര എണ്ണം വേണം? ഒരു CO2 മോളിക്യൂൾ ഫിക്സ് ചെയ്യുന്നതിന് നമുക്ക് 3 ATP, അതായത് 2 ATPനെ റിഡക്ഷനിലും 1 ATPനെ റീജനറേഷനിലും ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് 2 NADPHനെ നമ്മൾ റിഡക്ഷനിലാണ് യൂസ് ചെയ്യുന്നത്. സോ 3 ATP and 2 NADPH, 3 molecules of ATP and 2 molecules of NADPH ആണ് വേണ്ടത്. ഓപ്ഷൻ 3 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 4 3 molecules of ATP and 2 molecules of NADPH അല്ലേ. യെസ്, നൗ
Which of the following are required for the dark reaction of photosynthesis? മക്കളെ ശ്രദ്ധിച്ച എല്ലാവരും, ഫോട്ടോസിന്തസിന്റെ ഡാർക്ക് റിയാക്ഷന് വേണ്ടത് എന്തൊക്കെയാണ്? ഡാർക്ക് റിയാക്ഷൻ ബയോസിന്തറ്റിക് ഫേസ് ആണ്. അവിടെ നമുക്ക് ലൈറ്റ് വേണ്ട, ക്ലോറോഫില് വേണ്ട, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, ATP വേണം, NADPH വേണം. അതായത് ലൈറ്റ് റിയാക്ഷന്റെ പ്രൊഡക്ട്സ് ആണ് ATPയും NADPHും. അത് വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അതാണ് നമ്മുടെ റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബോക്സിലേഷൻ നടത്തുന്നത്. സോ വി റിക്വയർഡ് C, D ആൻഡ് E അല്ലേ? C, D ആൻഡ് E ഓൺലി. ഓപ്ഷൻ 2 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. Isn't it? നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. റുബിസ്കോ ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് എൻസൈം ഇൻ ദ വേൾഡ്. കറക്റ്റ്. പ്ലാന്റ്സിൽ അവരുടെ മീസോഫിൽ സെൽസിലുള്ള എൻസൈമാണ്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് എൻസൈം ഇൻ ദ യൂണിവേഴ്സ്. ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടത്താൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടത്താൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ്. ഫോട്ടോറെസ്പിറേഷൻ ഡസ് നോട്ട് ഒക്യൂർ ഇൻ C4 പ്ലാന്റ്സ്. അതും കറക്റ്റ് ആണ് അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ വിചാരിച്ചു അത് പല നീറ്റിൽ പല സ്റ്റേറ്റിൽ മാറി മാറി വരും. അതുകൊണ്ടാണ് ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് തോന്നുന്നത് കേട്ടോ. സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ ഫോട്ടോസിന്തസിസ് പഠിച്ചപ്പോൾ വിചാരിച്ചു ഇതിൽ നിന്നും ഭയങ്കര ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതൊക്കെ അല്ലേ? സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ 3 അല്ലേ വരുന്നത്? ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഹൗ മെനി ATP ആൻഡ് NADPH ആർ റിക്വയർഡ് ഫോർ ദ സിന്തസിസ് ഓഫ് 1 molecule of glucose during Calvin cycle? അഗെയിൻ നമ്മൾക്കിത് അറിയുന്നതാണ്. കാരണം എത്ര ATPയും എത്ര NADPH2 വേണം ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടാക്കാനായിട്ട്? ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കയറി കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് 3 ATPയും 2 NADPH2ഉം ആണ്. അപ്പോൾ ഒരു 6 ടേൺസ് ഓഫ് ദ സൈക്കിൾ നടന്നാൽ മാത്രമേ നമുക്ക് C6 കിട്ടുള്ളൂ. C6H12O6 കിട്ടുള്ളൂ. അതിന് വി റിക്വയർ 18 ATP and 12 NADPH2 അല്ലേ? 18 ATP and 12 NADPH2. യെസ്, സെയിം പേപ്പർ അല്ലേ? അങ്ങനെയല്ല, ചില സ്ഥലങ്ങളിൽ ഡിഫറൻസ് ഉണ്ടാകും ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, 18 ATP and 12 NADPH2 ആണ്. ഓപ്ഷൻ 3 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, when one CO2 molecule is fixed as one molecule of triose phosphate, which of the following photochemically made high energy chemical intermediates are used in the reduction phase? അതായത് when one carbon dioxide molecule is fixed as one molecule of triose phosphate, which of the following photochemically made high energy chemical intermediates are used in the reduction phase? റിഡക്ഷൻ ഫേസിൽ യൂസ് ചെയ്യുന്നത് ആരെയാണെന്നാണ് ചോദിക്കുന്നത്. റിഡക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ATPനെയും 2 NADPHനെയാണ് അല്ലേ? ബാക്കിയുള്ള ഒരു ATPനെ നമ്മൾ യൂസ് ചെയ്യുന്നത് റീജനറേഷനിലാണ്. റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റിനെ റീജനറേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ വാട്ട് വിൽ ബി ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ? 2 ATP and 2 NADPH ആയിരിക്കില്ലേ? യെസ്, ഓപ്ഷൻ 4 ആണ് അല്ലേ? റിഡക്ഷൻ ഫേസിൽ യൂസ് ചെയ്യുന്നത് 2 ATPയും 2 NADPHുമാണ്. യെസ് ചിൽഡ്രൻ. നൗ in photosynthesis the light dependent reactions takes place at light dependent reactions എവിടെയാണ് നടക്കുന്നത്? തൈലക്കോയിഡ് ലുമൻ, ഫോട്ടോസിസ്റ്റം 1, ഫോട്ടോസിസ്റ്റം 2, സ്ട്രോമൽ മെട്രിക്സ്. തൈലക്കോയിഡ് ലുമനിലാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. ഇസന്റ് ഇറ്റ്? ഫോട്ടോസിസ്റ്റം 1, ഫോട്ടോസിസ്റ്റം 2 ഒക്കെ ഇതിന്റെ ഭാഗമാണ് അല്ലേ? അപ്പം ലൈറ്റ് ഡിപ്പെൻഡൻ്റ് അല്ല, ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. സോറി, ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചത് മാറിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, എന്നെ പോലത്തുള്ള മിസ്റ്റേക്ക് വരുത്താണ്ടിരിക്കുക. ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്, ലൈറ്റ് ഡിപ്പെൻഡൻ്റ് അല്ല, ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ? ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് റിയാക്ഷൻസ് എവിടെയാണ് നടക്കുക? തൈലക്കോയിഡ് ലുമനിൻ്റെ ഉള്ളിലാണോ? ഫോട്ടോസിസ്റ്റം 1ലാണോ? ഫോട്ടോസിസ്റ്റം 2ലാണോ? അല്ല, സ്ട്രോമൽ മെട്രിക്സിലാണ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അത് നടക്കുന്നത് സ്ട്രോമൽ മെട്രിക്സിലല്ലേ? ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻസ് ആണ് അല്ലേ? ലൈറ്റ് ഡിപ്പെൻഡൻ്റ് അല്ല, ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻ, ദാറ്റ് ഈസ് കാൽവിൻ സൈക്കിൾ. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. സോ ദാറ്റ് ഹാപ്പൻസ് വെയർ? ഇൻ ദ മെട്രിക്സ്, ഇൻ ദ സ്ട്രോമൽ മെട്രിക്സിലാണ് നടക്കുന്നത്. ബണ്ടിൽ ഷീറ്റ് സെൽസ് are rich in PEP carboxylase, lack both Rubisco and PEP carboxylase. They are rich in Rubisco. നമുക്കറിയാം നമ്മളുടെ C4 പ്ലാന്റ്സിൽ അവർക്ക് ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ ഉണ്ട്, ഡൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ഉണ്ട്. സോ ദാറ്റ് ഈസ് their bundle sheet cells have what? They have അവരുടെ മീസോഫിൽ സെൽസിലുള്ളത് പെപ് കാർബോക്സിലേസ് എൻസൈം ആണ്. അവരുടെ ബണ്ടിൽ ഷീറ്റ് സെൽസിലാണ് റുബിസ്കോ എൻസൈം ഇരിക്കുന്നത്. സോ പെപ് കാർബോക്സിലേസ് ഉള്ളത് C4 പ്ലാന്റ്സിൻ്റെ മീസോഫിൽ സെൽസിലും, ദേ ഡു നോട്ട് ലാക്ക് റുബിസ്കോ
They have Rubisco. They lack both Rubisco and pep carboxylase. Idum തെറ്റാണ്. So in their bundle sheath cells are 1 second children. Let's just have a look at that image. Yeah. See, C4 plants അവരുടെ ബണ്ടിൽ ഷീത്ത് മീസോഫിൽ സെൽസിൽ ആണ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് പെപ്പ് കാർബോക്സിലേസ് ഇരിക്കുന്നത് അല്ലേ? അവരുടെ ബണ്ടിൽ ഷീറ്റ് സെല്ലിലാണ് റുബിസ്കോ എൻസൈം ഇരിക്കുന്നത്. സോ കാൽവിൻ സൈക്കിൾ നടക്കുന്നത് അവരുടെ ബണ്ടിൽ ഷീറ്റ് സെല്ലിലാണ്. സോ വാട്ട് ഷുഡ് ബി ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ? ബണ്ടിൽ ഷീറ്റ് സെൽസ് ആർ റിച്ച് ഇൻ പെപ്പ് കാർബോക്സിലേസ് എന്ന് പറയുന്നത് തെറ്റല്ലേ? യെസ്, അത് തെറ്റാണ്. ദേ ലാക്ക് റുബിസ്കോ. അവരുടെ റുബിസ്കോ ഇല്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? അവരിൽ റുബിസ്കോ ഇരിക്കുന്നത് എവിടെയാണ്? ഫ്യൂച്ചർ ഡോക്ടേഴ്സ് പറയൂ, റുബിസ്കോ ഇരിക്കുന്നത് എവിടെയാണ്? അവരുടെ റുബിസ്കോ ഇരിക്കുന്നത് അവരുടെ ബണ്ടിൽ ഷീറ്റ് സെല്ലിലാണ് അല്ലേ? യെസ്. സോ ദേ ലാക്ക് റുബിസ്കോ എന്ന് പറയുന്നത് തെറ്റാണ്. ദേ ലാക്ക് ബോത്ത് റുബിസ്കോ ആൻഡ് പെപ്പ് കാർബോക്സിലേസ് എന്ന് പറയുന്നത് തെറ്റല്ലേ? യെസ്. സോ ഓപ്ഷൻ 4 തന്നെയാണ് വരിക. ദേ ആർ റിച്ച് ഇൻ റുബിസ്കോ ബിക്കോസ് അവരുടെ കാൽവിൻ സൈക്കിൾ നടക്കുന്നത് അവിടെയാണ്. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. പിന്നെ എന്ത് പറ്റി? കുറേ പേര് നഫീന ഇവരൊക്കെ വേറെ ആൻസർ ചെയ്തത് എന്താണ്? യെസ്, നോ കൺഫ്യൂഷൻ റൈറ്റ്, ബിക്കോസ് ദേ ഹാവ് എൻ അഡീഷണൽ പാത്വേ ആൻഡ് അവർക്കൊരു സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഉണ്ട്, ക്രാൻസ് അനാറ്റമി. എപ്പോഴും ഇങ്ങനെ ഓർത്താൽ മതി. ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് വന്ന് നേരെ കയറുന്നത് അവരുടെ മീസോഫിൽ സെല്ലിലേക്കാണ്. മീസോഫിൽ ആരായിരിക്കുന്നത്? പെപ്പ് കാർബോക്സിലേസ്. അപ്പോൾ അവിടെ നടക്കുന്നത് ഫസ്റ്റ് ഓക്സാലോ അസറ്റേറ്റിൻ്റെ ഫോർമേഷൻ അല്ലേ? അതിനുശേഷം നേരെ ഉള്ളിൽ ഉള്ളതാണ് ബണ്ടിൽ ഷീത്ത്. വാസ്കുലർ ബണ്ടിലിൻ്റെ തൊട്ടടുത്താണ് ബണ്ടിൽ ഷീത്ത് ഉള്ളത്. അപ്പം വാസ്കുലർ ബണ്ടിൽ ഷീത്ത്. അപ്പം അവിടെ ഇരിക്കുന്നതാണ് ഇവരുടെ റുബിസ്കോ എൻസൈം. യെസ്, അപ്പോൾ അവരുടെ C4 പാത്ത്, അതായത് അവരുടെ കാൽവിൻ സൈക്കിൾ നടക്കുന്നത് അവിടെയാണ്. സോ ദേ ആർ റിച്ച് ഇൻ റുബിസ്കോ. സോ 29th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസ് ഓപ്ഷൻ 4. യെസ്, ചെറിയ ഡൗട്ട് വന്നു അല്ലേ? നോ ഡൗട്ട്, അങ്ങനെ സംശയിക്കേണ്ട. Given below are 2 statements. The primary carbon dioxide acceptor in C4 plants is phosphoenol pyruvate and it is found in the mesophyll cells. അതായത് നമ്മുടെ C4 പ്ലാന്റ്സിലെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ മീസോഫിൽ സെൽസ്. അത് കറക്റ്റ് അല്ലേ? നമ്മൾ ഇപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ. നോക്കിക്കേ, ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആണ്. അത് അവരുടെ മീസോഫിൽ സെല്ലിലാണ് അല്ലേ? ദാറ്റ് ഈസ് കറക്റ്റ്. മീസോഫിൽ സെൽസ് ഇൻ C4 പ്ലാന്റ്സ് ലാക്ക് റുബിസ്കോ എൻസൈം. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഇപ്പം നമ്മൾ സിമിലർ ക്വസ്റ്റ്യൻ ചെയ്തതേ ഉള്ളൂ. കാരണം അവരുടെ റുബിസ്കോ എൻസൈം ഇരിക്കുന്നത് ബണ്ടിൽ ഷീറ്റ് സെൽസിലാണ് ആൻഡ് ദേ ഹാവ് ക്രാൻസ് അനാറ്റമി. സോ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ 2 ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഇൻ സോർഗം ഇസ്. സോർഗം ഈസ് എ C4 പ്ലാന്റ്. ട്രോപ്പിക്കൽ പ്ലാന്റ് ആണ്. ഹൈ ടെമ്പറേച്ചർ ടോളറൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് അവരുടെ CO2 ഫിക്സേഷനിൽ എന്താണ് മക്കളെ? കാർബൺ ഡൈ ഓക്സൈഡ് പോയിട്ട് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആയിട്ട് ചേർന്നിട്ട് എന്താണ് ഫോം ചെയ്യുന്നത് മക്കളെ? ദേ ഫോം ഓക്സാലോ അസറ്റിക് ആസിഡ് വിച്ച് ഇസ് എ 4 carbon compound, isn't it? They form oxaloacetic acid. Succinic acid അല്ല, phosphoglyceric acid അല്ല, pyruvic acid അല്ല, oxaloacetic acid. ഓപ്ഷൻ 4 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? Rubisco is a bifunctional enzyme. In C4 plants, the site of Rubisco activity is mesophyll cell. The substrate molecule for Rubisco activity is a 5-carbon compound. Rubisco action requires ATP and NADPH. പറഞ്ഞേ മക്കളെ. യെസ്, Rubisco is a bifunctional enzyme എന്ന് പറയുന്നത് ശരിയല്ലേ? കാരണം it has both affinity for carbon dioxide and oxygen. That is correct. In C4 plants, the site of Rubisco activity is the mesophyll cell എന്ന് പറയുന്നത് തെറ്റാണ്. ബിക്കോസ് അവരിൽ ഈ കാൽവിൻ സൈക്കിൾ നടക്കുന്നത് അവരുടെ ബണ്ടിൽ ഷീറ്റ് സെല്ലിലാണ്. കാരണം അവിടെയാണ് റുബിസ്കോ എൻസൈം ഉള്ളത് ഇൻ C4 പ്ലാന്റ്സ്. ഇൻ C3 പ്ലാന്റ്സ് അത് കറക്റ്റാണ്. അവിടെ മീസോഫിൽ സെല്ലിലാണ് റുബിസ്കോ എൻസൈം ഇരിക്കുന്നത്. The substrate molecule for Rubisco activity is a 5-carbon compound which is what? Ribulose 1,5 bis ഫോസ്ഫേറ്റ് ആണ്. 5-carbon കോമ്പൗണ്ട് അല്ലേ? അതാണ് നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 1 കാർബണുമായിട്ട് ചേർന്നിട്ട് 6 കാർബൺ 2 molecules ഓഫ് 6 കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് ത്രൂ കാർബോക്സിലേഷൻ. അപ്പോൾ ഇതും കറക്റ്റാണ്. റുബിസ്കോസ് ആക്ഷൻ റിക്വയേഴ്സ് ATP and NADPH അല്ലേ? ഇറ്റ് റിക്വയേഴ്സ് ഫോർ കാർബോക്സിലേഷൻ ആൻഡ് ദെൻ റിഡക്ഷൻ. യെസ്. സോ 32nd question answer is option 2. Next question. In Hatch and Slack pathway, the primary CO2 acceptor is.
ഇതിൽ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ആരാണ്? ഹാച്ചൻസ്ലാക്ക് പാത്വേയിൽ C4 പ്ലാന്റ്സിൽ ഓക്സാലോ അസിറ്റിക് ആസിഡ്, ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്, റുബിസ്കോ. ആരാണ്? ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് അല്ലേ? ഹാച്ചൻസ്ലാക്ക് പാത്വേ C4 പാത്വേയിൽ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആരാണ്? ഇതാ നോക്കൂ. യെസ്, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവർ എന്ത് ഫോം ചെയ്യും? ഓക്സാലോ അസറ്റേറ്റ് ഫോം ചെയ്യും. സോ ഓപ്ഷൻ 3 ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ഇസ് ദ സിമിലർ സെയിം സാധനം തന്നെ തിരിച്ചു മറിച്ചും അല്ലേ? സെയിം സാധനം തന്നെയാണ് ചോദിക്കുന്നത്. ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ഇസ് ദ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ഇൻ C4 plants, C2 plants, C3 and C4 plants, C3 plants. In C4 plants അല്ലേ? ബിക്കോസ് അവർക്കാണ് ഈ അഡീഷണൽ പാത്വേ ഉള്ളത് അല്ലേ? സോ ഓപ്ഷൻ 1 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ്, a plant in your garden avoids photorespiratory losses. It has improved water use efficiency, shows high rates of photosynthesis at high temperatures, and it has improved efficiency of nitrogen utilization. ഇത് മുഴുവൻ വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഹൈ റേറ്റ്സ് ഓഫ് ഫോട്ടോസിന്തസിസ് അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു C4 പ്ലാന്റ് ആണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിയോളജിക്കൽ ഗ്രൂപ്പ്സ് വുഡ് യു അസൈൻ ദിസ് പ്ലാന്റ്? C4 ക്യാം, നൈട്രജൻ ഫിക്സർ, C3 ക്രസ്റ്റലേഷൻ ആസിഡ് മെറ്റബോളിസം എന്ന് പറയുന്നത് ക്യാം പാത്വേ സം പ്ലാന്റ്സിൽ കാണുന്ന ഒരു സ്പെഷ്യൽ പാത്വേ ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇറ്റ് ഈസ് എ C4 പ്ലാന്റ്. വേറെ ഇത്രയും വലിയ കഥയൊക്കെ നമുക്ക് വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവർക്ക് ഫോട്ടോ റെസ്പിറേഷൻ ഒന്നും ഇല്ല അല്ലേ? ഇവർ ഏത് കോൺസെൻട്രേഷനിലും, അതായത് ലോ കോൺസെൻട്രേഷൻ ഓഫ് CO2ലും ഇവർക്ക് ഫിക്സ് ചെയ്യാനൊക്കെ പറ്റും. ഇസ്ന്റ് ഇറ്റ്? യെസ്, ദാറ്റ്സ് എൻ അഡീഷണൽ പാത്വേ. മൈൻഡ് ഫ്ലെയർ ഒരു ഡിഫറെൻറ്റ് പാത്വേ ആണ്, നമുക്കതിപ്പോൾ പഠിക്കാനില്ല. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് 35th ക്വസ്റ്റ്യൻ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. The oxidation activity of Rubisco enzyme in the photorespiration leads to the formation of റുബിസ്കോ എൻസൈമിൻ്റെ ഓക്സിഡേഷൻ ആക്ടിവിറ്റി, അതായത് ഫോട്ടോ റെസ്പിറേഷനിൽ എന്താണ് നടക്കുന്നതെന്ന്. 1 molecule of a 3 carbon compound, 1 molecule of a 6 carbon compound, 1 molecule of a 4 carbon compound and 1 molecule of a 2 carbon compound, 2 molecule of a 3 carbon compound. എന്താണ് സംഭവിക്കുന്നത്? ഫോട്ടോ റെസ്പിറേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? സി, ഫോട്ടോ റെസ്പിറേഷൻ ഈസ് ആൻ എക്സ്ട്രീംലി വേസ്റ്റ്ഫുൾ പ്രോസസ് എന്നതാ ഇവിടെ നമ്മുടെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ്, ഇറ്റ് ഹാസ് in C3 plants, some oxygen bind to Rubisco, hence the CO2 fixation is decreased. Here the RUBP, instead of being converted to 2 molecules of PGA, binds to oxygen to form 1 molecule of phosphoglycerate and phosphoglycolate. Phosphoglycolate എന്ന് പറയുന്നത് 2 കാർബൺ ആണ്, ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുന്നത് 3 കാർബൺ ആണ്. isn't it? അപ്പോൾ എന്താ സംഭവിക്കുക മക്കളെ? യെസ്, 1 molecule of 4 carbon compound ആണോ? 1 molecule of 2 carbon compound ആണോ? 2 molecules of a 3 carbon compound ആണോ? Yes. What is the answer to this question? In photorespiration, oxygenation activity leads to 1 molecule of a 3 carbon compound അല്ല, 1 molecule of a 6 carbon compound അല്ല ഫോം ചെയ്യുന്നത്. 1 molecule of a 4 carbon compound and 1 molecule of a 2 carbon compound ആണോ ഫോം ചെയ്യുന്നത്? Yes. And 2 molecules of a 3 carbon compound ആണോ ഫോം ചെയ്യുന്നത്? യെസ്. സി, ഹിയർ ഫോസ്ഫോഗ്ലിസറേറ്റും ഫോസ്ഫോഗ്ലൈക്കൊലേറ്റും ആണ് ഫോം ചെയ്യുന്നത് അല്ലേ? ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുന്നത് എത്ര കാർബണാ? ഫോസ്ഫോഗ്ലിസറേറ്റ്, ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എത്ര കാർബണാ? ആൻഡ് ഫോസ്ഫോഗ്ലൈക്കൊലേറ്റ് എന്ന് പറയുന്നത് 2 കാർബൺ ആണ്. സോ ആൻഡ് ദിസ് പാത്വേ ഈസ് കോൾഡ് എസ് ഫോട്ടോ റെസ്പിറേഷൻ. സോ ഇറ്റ്സ് ആക്ച്വലി ആവശ്യമില്ലാത്ത കുറേ കോമ്പൗണ്ട്സ് ഒക്കെ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ്സ് ആൻ എക്സ്ട്രീംലി വേസ്റ്റ്ഫുൾ പ്രോസസ്സും കൂടിയാണ് അല്ലേ? അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ വരിക? 1 molecule of a 4 carbon compound and 1 molecule of a 2 carbon compound. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്തായിരിക്കും? ഒരു 2 carbon compound ഫോം ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലായി അല്ലേ? സോ ലെറ്റ്സ് ടേക്ക് ദി ആൻസർ ആസ് ഓപ്ഷൻ 3, 1 molecule of a 4 carbon compound and 1 molecule of a 2 carbon compound. But 4 carbon അല്ല actually. That's okay. Let's go to the next question. The process which makes a major difference between C3 and C4 plants is glycolysis, Calvin cycle, photorespiration, respiration. C3 and C4 പ്ലാന്റ്സിനെ മേജർ ഡിഫറൻസ് ഉണ്ടാക്കുന്ന, രണ്ടിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു മേജർ ഇതെന്താണ്? ദ പ്രോസസ് വിച്ച് മേക്സ് എ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ C3 and C4 പ്ലാന്റ്സ് ഈസ് ഗ്ലൈക്കോലൈസിസ് അല്ല, കാൽവിൻ സൈക്കിൾ അല്ല, ഫോട്ടോ റെസ്പിറേഷൻ ആണ് അല്ലേ? കാരണം C3 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ ഉണ്ട്, വേസ്റ്റ്ഫുൾ പ്രോസസ്സാണ്, അത് അവരുടെ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസിനെ കുറയ്ക്കും. റെസ്പിറേഷൻ അല്ല.
അല്ലേ? ഓപ്ഷൻ 3 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, a process that makes an important difference between C3 and C4 plants is similar question again. ഇത് കണ്ടോ, NEET 2016 phase 2 വന്നത് AIPMT 2012 ചോദിച്ച ചോദ്യമാണ്. ദാറ്റ് ഈസ് C3 C4 പ്ലാന്റ്സിൻ്റെ ബേസിക് ഡിഫറൻസ് ഈസ് ഫോട്ടോ റെസ്പിറേഷൻ. നെക്സ്റ്റ്, following crops have been extensively cultivated in carbon dioxide rich atmosphere for higher yield. ഏതൊക്കെയാണ്? ഷുഗർ ബീറ്റ് ആൻഡ് ക്യാബേജ്, ക്യാരറ്റ്സ് ആൻഡ് ടൊമാറ്റോസ്, വീറ്റ് ആൻഡ് ഷുഗർ ബീറ്റ്, ടൊമാറ്റോസ് ആൻഡ് ബെൽ പെപ്പർ. ഇതിൽ ഏത് ക്രോപ്സ് ആണ് കാർബൺ ഡയോക്സൈഡ് റിച്ച് അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ ഈൽഡ് കിട്ടാൻ വേണ്ടി, ഹയർ ഈൽഡ് കിട്ടാൻ വേണ്ടി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ലാസ്റ്റ് നമ്മുടെ ഇവിടെ പറയുന്നുണ്ട് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ് പറയുമ്പോൾ, കാർബൺ ഡയോക്സൈഡിനെ കുറിച്ച് പറയുമ്പോൾ, യെസ്, സോ കാർബൺ ഡയോക്സൈഡ് C3 plants respond to higher CO2 concentration by showing increased rates of photosynthesis leading to higher productivity, and they have been used for some greenhouse crops such as tomatoes and bell pepper. ടൊമാറ്റോസും ബെൽ പെപ്പേഴ്സും ഒക്കെ എന്താണ്? C3 പ്ലാന്റ്സ് ആണ്. സോ ഹയർ കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷനിൽ അവർക്ക് നല്ല പോലെ ഫോട്ടോസിന്തസിസ് നടത്തി ഒരുപാട് ഇത് നടത്താൻ വേണ്ടി പറ്റും. ഒരുപാട് ഈൽഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സോ ടൊമാറ്റോസും ബെൽ പെപ്പേഴ്സും ആണ് അല്ലേ കാർബൺ ഡയോക്സൈഡ് റിച്ച് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഗ്രീൻ ഹൗസിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഫോർ ഹയർ ഈൽഡ്സ്. ടൊമാറ്റോസ് ആൻഡ് ബെൽ പെപ്പേഴ്സ്. ഓപ്ഷൻ 4 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഇത് NEET 2025 വന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് റുബിസ്കോ ഈസ് ട്രൂ? റുബിസ്കോയിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഇറ്റ് ഈസ് ആൻ എൻസൈം ഇൻവോൾവ് ഇൻ ദ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ. ഇറ്റ് കാറ്റലൈസസ് ദ കാർബോക്സിലേഷൻ ഓഫ് RUBP. ഇറ്റ് ഈസ് ആക്റ്റീവ് ഓൺലി ഇൻ ദ ഡാർക്ക്. ഇറ്റ് ഹാസ് ഹയർ അഫിനിറ്റി ഫോർ ഓക്സിജൻ ദാൻ കാർബൺ ഡയോക്സൈഡ്. ഇതിൽ ട്രൂ ആയിട്ടുള്ളത് എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ എൻസൈം ഇൻവോൾവ് ഇൻ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ. തെറ്റ്. ഇറ്റ് കാറ്റലൈസസ് ദ കാർബോക്സിലേഷൻ ഓഫ് റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ്. അത് കറക്റ്റ് ആണ് അല്ലേ? അപ്പം കാർബോക്സിലേഷനിൽ റിബുലോസ് ബിസ്ഫോസ്ഫേറ്റും കാർബൺ ഡയോക്സൈഡും കൂടി ചേർന്നിട്ട് നമുക്ക് 2 molecules of 3 carbon compound കിട്ടും. ഇറ്റ് ഈസ് ആക്റ്റീവ് ഓൺലി ഇൻ ദ ഡാർക്ക്. ദാറ്റ് ഈസ് നോട്ട് ട്രൂ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ബയോസിന്തറ്റിക് ഫേസ്. പക്ഷേ they depend on the product of the light reaction. അല്ലാണ്ട് ഡാർക്കിൽ മാത്രമേ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നൊന്നും ഇല്ല. ഇറ്റ് ഹാസ് ഹയർ അഫിനിറ്റി ഫോർ ഓക്സിജൻ ദാൻ കാർബൺ ഡയോക്സൈഡ്. തെറ്റ്. ഇറ്റ് ഹാസ് ഹയർ അഫിനിറ്റി ഫോർ CO2 ആണ് അല്ലേ? സോ ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ്. ക്ലോറോഫിൽ എ, സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്ലോറോഫിൽ എ നമുക്ക് തരുന്നത് ബ്ലൂ ഗ്രീൻ ആണ്, A3 ആണ്. ക്ലോറോഫിൽ ബി നമുക്ക് തരുന്നത് യെല്ലോ ഗ്രീൻ ആണ്, സോ B1 ആണ്. സോ A3 B1 ഓപ്ഷൻ ഡി. സാന്തോഫിൽസ് നമുക്ക് തരുന്നത് യെല്ലോ കളറാണ്, C2 ആണ്. ആൻഡ് കാരോട്ടിനോയിഡ്സ് യെല്ലോ ടു യെല്ലോ ഓറഞ്ച്, D4 ആണ്. സോ A3 B1 C2 D4 ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ മക്കളെ, നമ്മൾ ഒരുപാട് PYQs ചെയ്തു. ഒരു സ്റ്റാർട്ടിങ് ഫ്രം 2016 മുതലുള്ള പല ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, പല കോഡ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ആൻഡ് പിന്നെ ചില എന്താ പറയുക, നമ്മൾ ഒരുപാട് നമ്മുടെ മൊഡ്യൂൾ എക്സാമിലൊക്കെ നമ്മൾ മുമ്പ് എഴുതിയപ്പോൾ ഒരുപാട് ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഒരുപാട് എക്സാമുകൾ ഉണ്ടാകും നിങ്ങളുടെ ഡിഫറെൻറ്റ് ബാച്ചസിൽ. അപ്പം യു ക്യാൻ ഓൾസോ പ്രാക്ടീസ് ദോസ് ക്വസ്റ്റ്യൻസ്. ബട്ട് ഐ ഹോപ്പ് ഈ ഒരു റിവിഷൻ, ഐ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ ഫോർ യു. ഞാൻ ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം പറഞ്ഞു ആൻഡ് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ആൻഡ് ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ ഫോർ യു. ആൻഡ് ഈ ഒരു PYQ ഡിസ്കഷൻ, മാക്സിമം PYQs നമ്മളൊരു ലാസ്റ്റ് 10 ഇയേഴ്സിലെ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ പേഷ്യൻ്റ്ലി ബീങ് ദെയർ. ലാസ്റ്റ് വരെ ഇരുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും എ ബിഗ് താങ്ക് യു. ആൻഡ് വൺസ് അഗെയിൻ ഐ എം വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷമാവട്ടെ, നിങ്ങളൊക്കെ നീറ്റ് ക്ലിയർ ചെയ്യുന്ന ഇയർ ആവട്ടെ ഇത്. ആൻഡ് നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. മൈൻഡ് ഫ്ലെയർ പറയണു വെരി യൂസ്ഫുൾ എന്ന്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആപ്പിൽ കാണുന്ന മക്കളൊക്കെ സെഷൻ എൻഡ് ചെയ്ത് പോകുമ്പോൾ സെഷൻ റേറ്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണ് അല്ലേ? എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഈ സീരീസിൻ്റെ ഭാഗം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരണം. ഇനി ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ വരുമ്പോൾ ചാപ്റ്റർ ഒന്ന് നോക്കിയിട്ട് വരിക. ഇന്ന് നിങ്ങൾ ചാപ്റ്റർ നോക്കാണ്ടാണ്, വീഡിയോ കാണാണ്ടാണ് വന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ചാപ്റ്ററിൻ്റെ ഫ്ലോ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. പക്ഷേ എല്ലാ സെഷനിലും അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. എല്ലാ സെഷനിലും നമ്മൾ ചാപ്റ്ററിൻ്റെ ഫ്ലോ പറയുണ്ടാവില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചെയ്യുക. യെസ്, ഓക്കെ, താങ്ക് യു എവ്രി വൺ. അപ്പോൾ നിങ്ങളൊക്കെ ഹാപ്പിയാണെന്ന് അറിഞ്ഞതിൽ ഐ എം വെരി ഹാപ്പി. അപ്പോൾ നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. താങ്ക് യു ഫോർ പേഷ്യൻ്റ്ലി ബീങ് ദെയർ. നല്ല പോലെ പഠിക്കുക. നല്ലൊരു സ്റ്റാർട്ട് ടു ദ ന്യൂ ഇയർ ആയി. ഇനി അങ്ങോട്ടേക്കും എല്ലാം നന്നാവട്ടെ. ഓക്കെ, സോ ബൈ എവ്രി വൺ, ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അഗെയിൻ.
ഗുഡ് നൈറ്റ്. വൺ മോർ തിങ്, നിങ്ങൾ ആപ്പിൽ പോയിട്ട് നമുക്ക് ഇൻഫിനിറ്റി പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫിനിറ്റി പ്രാക്ടീസ് യൂസ് ചെയ്യാം. നമ്മുടെ ആപ്പിലെ ഫീച്ചറാണ്. അപ്പം ഈ ചാപ്റ്ററിൽ തന്നെ ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. PYQs മാത്രമല്ല, ഒരുപാട് ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. യെസ് വിദ്യ, താങ്ക് യു ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ബൈ ആൻഡ് ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.